ഖസാക്കിന്റെ ഇതിഹാസം നോവൽ ഒ.വി. വിജയൻ. ശബ്ദം നൽകുന്നത് ദാമോദർ രാധാകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2019, എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഭാഗം 1. അധ്യായം 1. വഴിയമ്പലം തേടി. കൂമൻകാവിൽ ബസ് ചെന്നു നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. വരുംവരായികളുടെ ഓർമ്മകളിൽ എവിടെയോ ആ മാവുകളുടെ ജരയും ദീനതയും കണ്ടുകണ്ട് ഹൃദിസ്ഥമായി തീർന്നതാണ്. കനിവ് നിറഞ്ഞ വാർദ്ധക്യം, കുഷ്ഠം പറ്റിയ വേരുകൾ, എല്ലാം അതുതന്നെ. ആളുകൾ ബസ്സിറങ്ങി പിരിഞ്ഞു പോകാൻ തുടങ്ങി. അവിടം ബസ് റൂട്ടിന്റെ അവസാനമാണ്. ഒരു ദശാസന്ധി പോലെ ആ ചെറിയ പീടികകളുടെ നടുവിൽ വെട്ടുവഴി അവസാനിച്ചു. അതും താണ്ടിയുള്ള യാത്രയിൽ ഇത്തിരി വിശ്രമം ലാഭിച്ചെടുക്കാനെന്നോണം അയാൾ ബസ്സിനകത്ത് ചാരിയിരുന്നു. തല തിരിയുന്നുണ്ട്. രാവിലെ തുടങ്ങിയതാണ് ബസ് യാത്ര. ബോധാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വെള്ളി പൊട്ടിയിരുന്നേയുള്ളൂ. അന്തേവാസിനിയായ സ്വാമിനിയുടെ കാവിക്കച്ചയും ചുറ്റിയാണ് ഇറങ്ങിയത്. ധൃതിയിൽ പറ്റിയ അബദ്ധമായിരുന്നു. നേരം പൊങ്ങിയിട്ടേ മുണ്ടുകൾ മാറിപ്പോയത് മനസ്സിലായുള്ളൂ. കാവിക്കച്ച ചുറ്റി ചവിട്ടുവഴിത്താരയിലൂടെ കുന്നുകയറി പള്ളമിറങ്ങി ബസ്സുനിരത്തിലേക്ക് നടന്നപ്പോൾ മരങ്ങളും പാറകളും കുറ്റിച്ചെടികളും ഗർഭബീജങ്ങളെപ്പോലെ ഉയർത്തു രൂപം കൊള്ളുകയായിരുന്നു. വെട്ടിയെടുക്കാൻ ആളുവേണ്ടേ? ബസ്സിന്റെ ഓരം ചാരി നിന്നുകൊണ്ട് കണ്ടക്ടർ അകത്തേക്ക് നോക്കി രവിയോട് പറഞ്ഞു. നമ്മളൊരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ, ഉപകാരം. രവി ഇറങ്ങി. കാല് നിലത്ത് വച്ചപ്പോൾ നേരമ്പോക്ക് തന്നെ. ചുരം കയറുന്ന ബസ്സിൽ തല പുറത്തേക്കിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അരയാലിലകളിൽ ഒരു പതിഞ്ഞ കാറ്റുവീശി. തലതിരിച്ചിലിന് ഇത്തിരി ആക്കം തോന്നി. ബസ്സിന്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും ഇറക്കിക്കഴിഞ്ഞിരുന്നു. ഹോൾഡോളിന്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്കുപാടിലേക്ക് രവി നോക്കി. അതൊക്കെ സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു. സുഖാലസ്യത്തിന്റെ ചുഴിയിൽ പതുക്കെ കറങ്ങിത്തിരിയുന്ന മനസ്സിനെ നിലക്കി നിർത്താനെന്നോണം രവി ആ അഴുക്കുപാടുകളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു. ഞെങ്ങണ്ടാണ്? ചുമട്ടുകാരൻ ചോദിച്ചു. ഇനി രവി പറഞ്ഞു. അരയാലിലകളിൽ കാറ്റ് വീശി. ഖസാക്കിലേക്ക്. രവി പറഞ്ഞു. ഏറുമാടങ്ങളിലൊന്ന് സർവത്ത് പീടികയായിരുന്നു. 2 സർവത്ത്. രവി പറഞ്ഞു. ഹായ്, ഞമ്മക്ക് വേണ്ട. ചുമട്ടുകാരൻ ഭംഗിവാക്ക് പറഞ്ഞു. കഴിക്കുക കാരണവരെ, രവി ധൈര്യപ്പെടുത്തി. നീ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണ്ടേ? വേവട പിടിച്ച നരകപടത്തിന് മുന്നിലിരുന്നു കൊണ്ട് പീടികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകിവെച്ച് നന്നാരി സർവത്തിന്റെ കുപ്പി തുറന്നു. ഷോഡ വേണോ? വേണ്ട. ഐസുണ്ടോ? ഐസില്ല, പക്ഷേ വെള്ള ഐസിലും തണുപ്പാണ്. ഒരു കവിൾ കുടിച്ചു നോക്കിയപ്പോൾ നേരാണ്. പുതുമഴയുടെ ചുവയുള്ള വെള്ളം. അവിടെ ഒരു ബെഞ്ചിലിരുന്നുകൊണ്ട് രവി കൂമൻകാവിന്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. നിലത്തറഞ്ഞ തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള 4 ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവ് അങ്ങാടി. പാത അവസാനിക്കുന്നിടം ചെറിയൊരു മൈതാനമായിരുന്നു. അതിനു ചുറ്റുമാണ് ഏറുമാടങ്ങൾ കിടന്നത്. അവയുടെ പുറകിൽ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങൾക്കിടയിലും നഷ്ടപ്പെട്ട കുടിലുകൾ. അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ഠകായന്മാരായ മുത്തച്ഛന്മാരെപ്പോലെ പടർന്നു നിന്ന മാവുകൾ, നീലഞരമ്പോടിയ പരന്ന തണലുകൾ. നരകപടത്തിൽ വീണ്ടും രവിയുടെ ശ്രദ്ധ പതിയുകയായി. വളരെ പഴക്കം ചെന്ന പടമാണെന്ന് തോന്നി. അത്രയും കാലം തന്നെ കാത്ത് അത് ഈ പീടികയിൽ കിടന്നിരിക്കണം. അരയാലിലകളിൽ കാറ്റു പതിഞ്ഞു വീശി. രവി പീടികയ്ക്കകത്തെ ജാടികളിലേക്കും കൃഷ്ണമണികളുള്ള ലെമണേഡ് കുപ്പികളിലേക്കും നോക്കി. മൂലയിൽ ഒരു പഴയ ഗ്രാമഫോൺ പെട്ടിയിരിക്കുന്നു. നായ്ക്കുട്ടിയുടെ ചിത്രമുള്ള അതിന്റെ കാളം പുറത്തേക്ക് വിടർന്നു നിന്നു. ആ കാളത്തിലേക്ക് നോക്കിയപ്പോൾ
അയാൾ എന്തൊക്കെയോ ഓർമ്മിച്ചു. ഒന്നോ രണ്ടോ ഓർമ്മകളല്ല, കഥന സ്വഭാവമില്ലാത്ത ഓർമ്മകളുടെ വലിയൊരു മൂടൽമഞ്ഞ് തന്നെ സ്പർശിച്ചെന്നു തോന്നി. പീഡികക്കാരൻ ആളുകളെ വെറുതെ വിടുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഒരു ഗ്ലാസ് സർവത്ത് കുടിച്ചു തീരുന്നതിനിടയിൽ രവി ഖസാക്കിലേക്കാണെന്നും അവിടുത്തെ മാസ്റ്ററാവാൻ പോവുകയാണെന്നുമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോ അവിടെ സ്കോളുണ്ടോ? ഞാൻ ചെന്നിട്ട് വേണം തുടങ്ങാൻ, രവി വിവരിച്ചു. ഏകാധ്യാപക വിദ്യാലയമാണ്. ജില്ലാ ബോർഡിന്റെ പുതിയ പദ്ധതിയാണ്. പീഡികക്കാരൻ രവിയുടെ കാവിക്കച്ചയിലേക്ക് നോക്കി. ഞാൻ നനച്ചു കോൺഗ്രസ് ആണെന്ന്. രവി ചിരിച്ചു. കോൺഗ്രസ് തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുക. പിന്നെ ഈ കാവി വേദാന്തത്തിന്റെ സൂക്കേടുണ്ടാന്ന് വെച്ചോളൂ. പീഡികക്കാരൻ തൊഴുകൈയോടെ നിൽപ്പായി. കാവിമുണ്ടിന് കൂട്ടായി ഒരു കാവി പുതപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രവി ആശിച്ചു. ബോധാനന്ദന്റെ പുതപ്പുകളിലൊന്ന് ചൂണ്ടാമായിരുന്നു. പക്ഷേ സ്വാമിനിയുടെ കച്ച ചുറ്റി കടന്നുകളഞ്ഞതെല്ലാം ഇങ്ങനെ ഓർക്കാപ്പുറത്തായിരുന്നല്ലോ. ഞാൻ വന്ന് കണ്ടോളയാ, പീഡികക്കാരൻ പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോക്കെ ഇവിടെ കയറിയിട്ടേ പുകാമ്പഴുതുള്ളൂ. നിർബന്ധിച്ചിട്ടേ സർവത്തിന്റെ വില വാങ്ങിയുള്ളൂ. പെട്ടിയും കിടക്കയും അടുപ്പിച്ച് രവി പുറപ്പാടായി. അങ്ങാടി വിട്ട് അവർ ഒരിട്ടിലേക്കിറങ്ങി. ഇട്ടിലിറങ്ങുന്നത് ഒരു പള്ളത്തിലേക്കാണ്. തൃത്താറാവിന്റെ മണം. ഇരുവശവും പച്ചതഴച്ച വേലികളിൽ പൂച്ചെടിപ്പൂക്കൾ ഉറ്റുവിരിഞ്ഞു നിന്നു. എത്ര വഴിയുണ്ട്? ചുമട്ടുകാരനോട് ചോദിച്ചു. ദാ അടുത്തന്നെ. നട്ടുച്ചയാണ്. കാറ്റു വീശുന്നില്ല. എല്ലാം മയങ്ങിക്കിടപ്പാണ്. ഒരുച്ചത്തണലിലെവിടെയോ രവിയുടെ ഓർമ്മകൾ തുടങ്ങുന്നു. കുട്ടിക്കാലം. സിൻഡറല്ലയുടെ കഥ. നക്ഷത്രങ്ങൾ വിതറി വരുന്ന യക്ഷിയമ്മമാർ. അച്ഛൻ വായിച്ചു തന്ന കഥകൾ ഓർമ്മയിൽ ആവർത്തിച്ചാവർത്തിച്ച് കളിപ്പാട്ടങ്ങൾ മുന്നിൽ നിർത്തിവെച്ച് അയാൾ തിണ്ണയിൽ തനിച്ചിരിക്കും. അച്ഛനും ചിറ്റമ്മയും അകത്തുച്ചമയങ്ങുകയാവും. തിണ്ണയിൽ നിന്ന് ദൂരേക്ക് നോക്കിയാൽ അറ്റമില്ലാതെ ഞെരഞ്ഞുകിടക്കുന്ന കാപ്പിത്തോട്ടങ്ങളാണ്. കാപ്പിത്തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞപ്പുല്ലു പുതച്ച കുന്നുകൾ, ആകാശം. അതത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗർഭവതിയെപ്പോലെ കിടന്ന വെയില്. രവി അമ്മയുടെ വയറും ചാരി കിടക്കുമ്പോൾ അവർ പറയുമായിരുന്നു, നക്ഷത്രക്കുട്ട, കൽപ്പവൃക്ഷത്തിന്റെ തൊണ്ട് കാണണോ? വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി. കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ കോർത്തിണക്കിയ പോലെ എന്തോ കണ്ണനങ്ങുന്നതിനൊപ്പം ഇളകുന്നത് കാണാം. ഇമതല്ലി മിഴിച്ചാൽ അത് കാണാതാവും. ദേവന്മാർ കൽപ്പവൃക്ഷത്തിന്റെ ഇളനീര് കുടിച്ച് തൊണ്ടുകൾ താഴോട്ടെറിയുകയാണത്രേ. ചാരിക്കിടന്നുകൊണ്ട് രവി കരിക്കിൻ തൊണ്ടുകൾ എണ്ണിത്തുടങ്ങും. 1, 2, 3. നിഴലും തിളക്കവുമുള്ള മേഘത്തിന്റെ വിടവിലൂടെ അതാ ഒന്ന് താഴോട്ടുതിരുന്നു. മഞ്ഞപ്പുൽത്തകടികളിലൂടെ, കുന്നിൻ ചെരുവിലൂടെ. മറ്റൊന്ന് കാപ്പിത്തോട്ടങ്ങളിൽ നഷ്ടപ്പെടുന്നു. 12. അപ്പോഴേക്കും കണ്ണ് കടയാൻ തുടങ്ങും. കണ്ണ് ചിമ്മി മിഴിച്ചാൽ കരിക്കിൻ തൊണ്ടുകളില്ല. മേഘക്കീറുകളും സ്ഥലത്തിന്റെ ശൂന്യശിഖരത്തിനു ചുറ്റും കപ്പലോട്ടുന്ന ചൂട്ടൻ കഴുകന് മാത്രമേ ഉണ്ടാവൂ. നക്ഷത്രക്കുട്ടാ, അമ്മ പറയും, അമർത്തി ചാരാണ്ടിരിക്കൂ. ചന്ദന നിറമുള്ള ആ വയറ്റിൽ ഒരനുജത്തിയുണ്ട്. വളരെക്കാലം മുമ്പ് തന്റെ കൂടെ അമ്മയുടെ കാലിന്റെ പെരുവിരലിനകത്ത് താമസമായിരുന്നു. അവിടുന്ന് അങ്ങനെ കയറി വയറ്റിലെത്തി. പക്ഷേ അനുജത്തിയെ കാണാൻ പറ്റിയില്ല. അതിനു മുമ്പേ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിന്റെ തെളിഞ്ഞ ഓർമ്മകളില്ല. ഉച്ചനേരത്ത് തോട്ടം തൊഴിലാളികൾ തിണ്ണയിലും മുറ്റത്തും തിരക്കി നിന്നിരുന്നു. അച്ഛന്റെ ചങ്ങാതിമാർ പലരും അകത്തെ മുറികളിൽ അങ്ങുമിങ്ങും നടന്നു. അമ്മയുടെ കട്ടിലിനരികിലെ മേശപ്പുറത്ത് പളുങ്കുകുപ്പികളിൽ അത്തറ നിറച്ചുവച്ചിരുന്നു. കണ്ണുകൾ ചിമ്മി അമ്മ കട്ടിലിൽ വിശ്രമിച്ചു. പുറത്ത് കൽപ്പകവൃക്ഷത്തിന്റെ തൊണ്ടുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. അമ്മയെ ചുമന്നുകൊണ്ടു പോകുമ്പോൾ ആരോ തന്നെ പിടിച്ചുമാറ്റി. എങ്ങോട്ട് പോകുന്നെന്ന് തനിക്കറിയാമായിരുന്നു. കാപ്പിത്തോട്ടവും കുന്നും കടന്ന് അപ്പുറത്തേക്കാണ്. അങ്ങോട്ട് നോക്കിയാണ് എന്നും താൻ തിണ്ണയിലിരിക്കാറ്. അവിടെ ആകാശത്തിന്റെ അതിരുകളിൽ
പുൽക്കൊടികളെപ്പോലെ പൈൻമരങ്ങൾ വളർന്നു നിന്നു. അവ ഉച്ചച്ചൂടിൽ അലിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ കിരീടം ചൂടിയ ജലസർപ്പങ്ങൾ ചിറകടിച്ചു പൊങ്ങിവന്ന് തന്നെ മാടി വിളിച്ചു. മഷ ഇക്കൊല്ലം പന്തികേടാണ്. ചുമട്ടുകാരൻ പറയുകയാണ്. ഓ, രവി മൂളി. കഴിഞ്ഞെല്ലാം രാസ്തയായിട്ടും പോയി. ഏതാണ്ട് 3 നാഴിക നടന്നിരിക്കണം. ഇനിയും അത്ര തന്നെ വഴിയുണ്ടെന്ന് കാരണവർ പറഞ്ഞു. സാമാന്യം ഉയരമുള്ള ഒരു മേട്ടിലാണ് അവരിപ്പോൾ. പുറകിൽ അകലത്തായി കൂമൻകാവിലെ മേൽപ്പുരകൾ കാണാം. മാവുകളുടെ പന്തലിപ്പും കാണാം. അവയ്ക്ക് മുകളിൽ ചെമ്മണ്ണ് ഉയർന്നു. ബസ് പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ചെമ്മണ്ണ് വീണ്ടും ശമിക്കുന്നതുവരെ രവി അത് നോക്കി നിന്നു. തളർന്നോ? കാരണവർ ചോദിച്ചു. ഇല്ല, എന്തോ നനച്ചു നിന്നു ലേ? ഓ, ഒന്നുമില്ല. കാരണവർ ചിരിച്ചു. എന്നാ നടക്കും കുട്ടി. വീണ്ടും ഇറക്കമാണ്. അത് കഴിഞ്ഞാൽ ഒരു പറമ്പും പാടങ്ങളും, നിറയെ കരിമ്പനകൾ. ഉച്ചതിരിഞ്ഞിരുന്നു. കാറ്റ് വീശാൻ തുടങ്ങി. ചുരം കടന്ന് പാലക്കാടൻ കരിമ്പനക്കാടുകളിലേക്ക് വീശുന്ന കിഴക്കൻ കാറ്റാണത്. നേരെ ഉയരത്തിൽ ഒരു പക്ഷി ചൂളം വിളിച്ചു. കാരണവർ ചെവിയോർത്തു. ഇന്നോ നാളെയോ മഴ പെയ്യും, അയാൾ പറഞ്ഞു. മഴ വരാനിരിക്കുമ്പോഴാണ് മാണിയൻ ചൂളമിടുക. മഴയെപ്പറ്റിയാണ് സംസാരം. ഒന്ന് മൂളിക്കൊടുത്താൽ മതി. കാരണവർ ഉത്സാഹത്തോടെ പറഞ്ഞുകൊള്ളും. മഴ മനുഷ്യനെ കറക്കാതിരുന്ന കാലമുണ്ടായിട്ടില്ല. അതല്ലേ കുട്ടി ഈ മായ. രവിക്ക് പെട്ടെന്ന് തന്റെ കാവിമുണ്ടിന്റെ കാര്യം ഓർമ്മ വന്നു. വിദഗ്ധാഭിപ്രായം ആവശ്യപ്പെടുകയാണ് കാരണവർ. വേദാന്തം ഇത്തിരി പ്രയോഗിച്ചാലെന്തെന്ന് രവിക്കും തോന്നാതെയല്ല. പക്ഷെ വേണ്ടെന്ന് വെച്ചു. വയ്യ, ക്ഷീണമാണ്. എങ്ങനെയെങ്കിലും നടന്ന് സങ്കേതമണയട്ടെ. ചോദ്യത്തിന് രവി മറുപടി പറഞ്ഞു. മായന്നെയാന്ന് വെച്ചോളൂ. മറുപടി കാരണവരെ നിരാശപ്പെടുത്തി. എങ്കിലും കാരണവർ തുടർന്നു. മലമ്പുഴ അണ കെട്ടി വെള്ളം ധരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലാത്ത മനുഷ്യനെ പെയ്യിക്കാനോ പെയ്യന മനുഷ്യനെ തടുക്കാനോ മനുഷ്യൻ കൂട്ടിയ കൂടുവൊന്നും കുട്ടി. നേരാ. പക്ഷേ അണ കെട്ടിയാ പിന്നെ മഴയത്ര പേടിക്കണ്ടാലോ. അത് പറയരുതായിരുന്നു. രസക്കയറ് പൊട്ടി. എന്തോപ്പാ? കാരണവർ പറഞ്ഞു. ആളുകൾ പറയുന്നു പുന്നപ്പാറയിലെ 2 മലകളെ കരിങ്കൽ ചുമരുകൊണ്ട് ബന്ധിക്കുമെന്ന്. കടലിലേക്കൊഴുകുന്ന മലമ്പുഴ തടഞ്ഞു നിർത്തി ഖസാക്കിലേക്കും വെള്ളം തിരിക്കുമെന്ന്. കാലവർഷത്തിന്റെ ശാഠ്യം മനുഷ്യൻ തിരുത്തുമെന്ന് ധരിച്ചാൽ പോരെങ്കിൽ അങ്ങനെ ചെയ്യാമോ ആവോ. ഈശ്വരന്റെയും മനുഷ്യന്റെയും ബലാബലങ്ങളുടെ തുലനമാണവിടെ. ഒരു ചവിട്ടടിപ്പാത കോണോട് കോണായി പാടം മുറിച്ചു കിടന്നു. ദാ ഇവിടെ തന്നെ, കാരണവർ പറഞ്ഞു. അവരുടെ മുമ്പിൽ ഇടതിങ്ങി വളർന്ന ഒരു മരക്കുടിലായിരുന്നു. അതിന്റെ വിടവുകളിലൂടെ മഞ്ഞയും തവിട്ടും ചുവപ്പുമായി മേൽപ്പുരകൾ കാണാമായിരുന്നു. വെയിലിനെ മങ്ങിച്ച ഒരു മേഘം നീങ്ങിയപ്പോൾ നിറങ്ങൾ തെളിഞ്ഞു. ചവിട്ടടിപ്പാതകൾ നാട്ടുകാര്യസ്ഥന്മാരെപ്പോലെ 4 ഭാഗത്തേക്കും പോയിക്കൊണ്ടിരുന്നു. തോട്ടുവക്കത്ത് മേഞ്ഞു നടന്നൊരു കരിമ്പോത്ത് കൊമ്പുകളെടുത്തു പിടിച്ച് രവിയെ നോക്കി മുക്കറയിട്ടു. മരക്കുടിലിനകത്തുനിന്ന് ആരോ നീളത്തിൽ ഈണത്തിൽ വിളിച്ചു. ഖദീസാ, ഖദീസോ. ഖസാക്കിനു പുറകിലുയർന്ന ചെതലിമലയുടെ വാരികളിൽ കാട്ടുതേനിന്റെ വലിയ തവിട്ടുപാടുകൾ രവി കണ്ടു. ചെതലിമലയെ തുടർന്നങ്ങോട്ട് കിഴക്കൻ മലകളാണ്. ചവറ്റില കിളികൾ, മണിപ്രാവുകൾ, വണ്ണാത്തിപ്പുള്ളുകൾ, എന്തെല്ലാമോ കുറുകുന്നു. ഒരു ദേവിയാൻ പാമ്പ് വഴിമുറിച്ച് കാരപ്പൊന്തയിലേക്ക് കയറി. ദൂരെ എവിടെയോ കാക്കകൾ ടെറോഡക്റ്റൈലുകളെപ്പോലെ വെയിലിന്റെ സ്ഫടികമാനത്തിലേക്ക് നിലവിളിച്ചു പൊങ്ങി. തേവാരത്ത് ശിവരാമൻ നായരുടെ ചെറിയൊരു ഞാറ്റുപുരയിലായിരുന്നു ഏകാധ്യാപക വിദ്യാലയം. 2 മുറി, വരാന്ത, പിറകിൽ താഴ്വാരം. വാതിൽ തുറന്നപ്പോൾ മണ്ണിന്റെയും നെല്ലിന്റെയും മണം വന്നു. 4-5 ബെഞ്ചുകൾ, കസേല, മേശ, ബോർഡ്. ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും ഹനുമൽ പാദരുടെയും വർണ്ണപടങ്ങൾ. ഇതൊക്കെ ശിവരാമൻ നായരുടെ സംഭാവനയായി കാലേകൂട്ടി കരുതി വച്ചിരുന്നു. സ്കൂൾ അങ്ങോട്ട് തുടങ്ങട്ടെ മേഷേ, ശിവരാമൻ നായർ പറഞ്ഞു. പിന്നെ നമുക്ക് സർവവും സൗകര്യാക്കാം. രവി ഒന്ന് മൂളുക മാത്രം ചെയ്തു. മേഷ്ക്ക് ഇവിടെ തന്നെ പാർക്കാം. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുവാടുന്നു ഞാൻ. പക്ഷേ
നല്ല കാര്യായി ശിവരാമൻ നായരെ. ഈ ചെയ്തതൊക്കെ തന്നെ ധാരാളായി. നമോ നമ. നൊമ്പളാൽ കഴിയണത്. 2 ഗോമാങ്ങ, നനഞ്ഞു പരന്ന 4 ഇഡ്ഡലി, മുളകുപൊടി, എരുമപ്പാലൊഴിച്ച് കൊഴുപ്പിച്ച കാപ്പി, ഒരു കൂജ നിറയെ. ഇത്രയും വച്ചാണ് ശിവരാമൻ നായർ തിരിച്ചുപോയത്. വിശക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നല്ല രുചി തോന്നി. സ്കൂളിനു ചുറ്റും 10-15 കുട്ടികൾ വട്ടം തട്ടി നിന്നു. കുട്ടികളെ തിരിച്ചു വിളിക്കാനെന്ന ഭാവത്തിൽ കുറെ പെണ്ണുങ്ങളും അവിടെ വന്ന് നിൽപ്പായി. വലിയ ചുണ്ടുകളും പതിഞ്ഞ മൂക്കുമുള്ള ഒരെണ്ണമൈലി, വാലുവെച്ച് കണ്ണെഴുതിയ ഒരു മധ്യവയസ്ക, തുടകൾ പറ്റെ കാണുവോളം ചേല മടക്കിക്കുത്തി കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ട് നിന്ന ഒരു ചെട്ടിച്ചി. അപ്പോഴാണ് ആ കുള്ളനായ കുതിരത്തലയനെ രവി കണ്ടത്. കുട്ടിയോ മുതിർന്ന മനുഷ്യനോ എന്ന് നിർണയിക്കാൻ വയ്യ. ഒരു പച്ചത്തുമ്പിയെ നൂലിൽ കെട്ടി പറപ്പിച്ചുകൊണ്ട് അവൻ കുട്ടികളുടെ നടുവിൽ നിന്നു. കുട്ടികൾ അവനെ പതുക്കെ രവിയുടെ നേർക്ക് തള്ളിവിടുകയാണ്. അത്രയും പെട്ടെന്ന് സഖ്യം സ്ഥാപിക്കേണ്ടെന്ന് രവി നിശ്ചയിച്ചു. എങ്കിലും മുഖം മുറിയേണ്ടെന്ന് കരുതി ചോദിച്ചു, എന്താ പേര്? പറയടയിളിയെ. കുട്ടികൾ പ്രോത്സാഹിപ്പിച്ചു. മങ്ങിയ പിത്തച്ചിരിയോടെ അവൻ പറഞ്ഞു, അപ്പുക്കിളി. അപ്പുക്കിളിയോ? തന്നെ സാർ. കുട്ടികൾ പറഞ്ഞു. കൊഞ്ഞനാണ് സാർ. 8 പ്രാന്തനാണ് സാർ. ശരി, രവി പറഞ്ഞു. ഇപ്പൊ പോവാ. അടുത്ത തിങ്കളാഴ്ച എല്ലാരും വരില്ലേ? ചിലമ്പു കുലുക്കും പോലെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ഓ സാർ. ഇത്തിരി സ്വരം മാറ്റി പറയേണ്ടി വന്നു. ആ, ഇപ്പൊ എല്ലാരും പോവിൻ. ക്ഷീണവും നീരസവുമുണ്ട്. കുറച്ചൊന്ന് തനിച്ചിരുന്നാൽ കൊള്ളാമെന്ന് തോന്നി. കുട്ടികളും പിന്നെയും ഇത്തിരി കഴിഞ്ഞ് പെണ്ണുങ്ങളും പോയി കഴിഞ്ഞപ്പോൾ രവി പെട്ടി തുറന്ന് സാധനങ്ങൾ ഒരുക്കി വയ്ക്കാൻ വട്ടം കൂട്ടി. ജനാലപ്പടിയിലെ കൂറകളെ പായിച്ച് അവിടെ പത്രം വിരിച്ച് വെളുപ്പാക്കി. ഭഗവത്ഗീത, പ്രിൻസ് തിരുവാങ്കുളം, റിൽക്കെ, മുട്ടത്തുവർക്കി, ബോധലിർ, അങ്ങനെ കയ്യിരിപ്പുണ്ടായിരുന്ന ഏതാനും പുസ്തകങ്ങൾ അതിന്മേൽ അടുക്കിവെച്ചു. പിന്നെ ടൂത്ത് ബ്രഷ്, ഷേവിംഗ് സെറ്റ് തുടങ്ങിയ ശൃംഖലകൾക്കത്രയും സ്ഥലം കണ്ടുപിടിക്കലായി. എന്നിട്ട് മൂരി നിവർന്ന് കസേലയിലേക്ക് ചാഞ്ഞു. കാൽവണ്ണയും അരക്കെട്ടും നോവുന്നു. വിശ്രമിക്കണം. കണ്ണടച്ച് കണ്ണടച്ച് കൈപ്പടം പതുക്കെ പതുക്കെ നെറ്റിയിൽ ചേർത്ത് കുളിക്കാൻ തോട്ടിലേക്ക് തിരിച്ചപ്പോൾ നേരം താണിരുന്നു. ഇത്തിരി ചൂടുപൊടിഞ്ഞ പാറകൾ ചവിട്ടിയിറങ്ങി അയാൾ നടന്നു. താഴത്തെ കടവിൽ 2 ഉമ്മമാർ കുളിച്ചു നിൽപ്പാണ്. മുലയും അരയും മറയാൻ മാത്രം ഞാത്തിക്കെട്ടിയ കാച്ചിക്കീറുകൾ കാറ്റത്ത് സ്ഥാനം പിടിച്ചുകൊണ്ടിരുന്നു. അന്തിവെളിച്ചത്തിൽ അവരുടെ ചുമലുകളും തുടകളും കറുത്തു. അലസമായി അങ്ങോട്ട് നോക്കി അയാൾ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ഉമ്മമാർ ചേല ചുറ്റി കടവ് കയറിയപ്പോൾ രവി തനിച്ചായി. ഇളം ചൂടുള്ള വെള്ളം. തോട്ടിൽ നിന്ന് കയറാൻ തോന്നിയില്ല. തോടിനും സ്കൂളിനുമിടയ്ക്ക് തെല്ലൊരറ്റത്തേക്ക് മാറി സ്ഥൂലവും ജീർണവുമായ ഒരു പള്ളി കയ്യും കാലും കുത്തിനിന്നു. തോടിനക്കരെ പാടങ്ങളാണ്. ഒരു താമരക്കുളം. വീണ്ടും പരന്ന പാടങ്ങൾ. അതിനപ്പുറത്ത് സന്ധ്യയുടെ സിന്ദൂരക്കുറി. അവിടെയാണ് നഗരം കിടന്നത്. നീരൊഴുക്കിൽ രവി ഒന്ന് തിരിഞ്ഞിരുന്നു. അയാൾ സ്കൂളിലേക്കും ഖസാക്കിലേക്കും നോക്കി. ഖസാക്കിന് പുറകിൽ ചെതലിമല ഇരുണ്ടു കഴിഞ്ഞിരുന്നു. രവി ഒരുപാട് നേരം വെള്ളത്തിൽ ആഴ്ന്നു കിടന്നു. അധ്യായം 2. തിരിച്ചുവരവ്. ഖസാക്കിലെ ഓത്തുപള്ളിയിലിരുന്നുകൊണ്ട് അള്ളാപ്പിച്ച മൊല്ലാക്ക രാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞുകൊടുത്തു. പണ്ട് പണ്ട്, വളരെ പണ്ട്, ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബ്ബുലാലുമീനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സയ്യദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത്. ഇതിഹാസം ചെവിക്കൊണ്ട ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അതെതുക്കു മൊല്ലാക്ക? അന്ത കുതിരയ്ക്ക് ആര് തൊണ? മൊല്ലാക്ക പറഞ്ഞു, അതൊക്കെ തൊണ പടച്ചവൻ, ഷെയ്ഖ് തങ്ങള്. അതാണ് ഷെയ്ഖ് തമ്പുരാൻ ആ കുതിരയെ തെരഞ്ഞുപിടിച്ചത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴിച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങന്മാർ കുതിരകളെ കരിമ്പനകളിൽ തളച്ചിട്ടു. രാത്രിയുടെ അവസാന യാമത്തിൽ
പാണ്ഡൻ കുതിര ചത്തു. ഖസാക്കിലെ പനങ്കാട്ടിലാണ് അവനെ കുടിവെച്ചത്. കിഴക്കൻ കാറ്റടിക്കുമ്പോൾ ഞൊണ്ടിയും ഇരടിയും അവന്റെ കുളമ്പടി കേൾക്കാമത്രേ. പഴനിമല കയറാൻ പോകുന്ന ഷൺമുഖാനന്ദന്മാർ കാല് തളരുമ്പോൾ അവനെ വിളിച്ചു. കിഴവന്മാരെയും വിധവകളെയും അവൻ പുറത്തു കയറ്റി ചുരം കടത്താറുണ്ടെന്ന് ഐതിഹ്യം പറഞ്ഞു. പാണ്ഡൻ കുതിരയുടെ പനങ്കാട്ടിൽ തങ്ങന്മാർ പാളയമടിച്ചു. ആ പാളയത്തിന്റെ സന്തതികളത്രേ ഖസാക്കുകാർ. ചെതലിമലയിൽ ഇന്നും ഷെയ്ഖ് തങ്ങളുടെ കല്ലറ കാണാം. അവിടെ പാർത്തുപോന്ന ഷെയ്ഖിന്റെ പ്രേതത്തെ ഖസാക്കിലെ രാവുത്തന്മാരും ഈഴവരും ഉപാസിച്ചു പോന്നു. മൊല്ലാക്ക പറഞ്ഞു, ഞമ്മക്ക് കിഴവാകുമ്പോ പടച്ചോൻ വന്ന് ഞമ്മന്റെ പെരടി കയറി കുത്തിരിക്കും. തന്റെ ഇഴ പറഞ്ഞ കുപ്പായത്തിന്റെ മണം ശ്വസിച്ച് മൊല്ലാക്ക തെല്ലുനേരം ഒന്നും പറയാതെ ഇരുന്നു. പടച്ചോൻ പടനോട് ചൊല്ല അങ്കിനക്ക്. മൊല്ലാക്ക തുടർന്നു, എന്ത കെരട്ട് കുതിര ശാകര വരയ്ക്കും ഒരഗതിയുടെ അന്ത്യശുശ്രൂഷയ്ക്കായി ഉടയവന്റെ സേനാവ്യൂഹം അത്രയും നിൽക്കുന്നു. ഇന്ന് ആരിന്റെ കുറിയാക്കും? അള്ളാഹുവിന്റെ പാണ്ഡൻ കുതിരയെപ്പോലെ മൊല്ലാക്ക ഓത്തുപള്ളിയോട് ചോദിച്ചു. എന്നും ഒരു കുട്ടിയുടെ ഊഴമാണ്. അന്നത്തെ ഊഴം കുഞ്ഞാമിനയുടേതായിരുന്നു. ഊഴമനുസരിച്ച് മൊല്ലാക്കയുടെ പ്രാതലിനുള്ള വെള്ളയപ്പം അവൾ അന്ന് കൊണ്ടുവന്നിരുന്നില്ല. ഓർമ്മത്തെറ്റു പറ്റിയതല്ലായിരുന്നു. വരുന്ന വഴി അരശിൻ പൂക്കൾ കൊഴിഞ്ഞുകിടന്ന പറമ്പിൽ ഒരു പറ്റം കാട്ടുമയിലുകൾ മേയുന്നത് കണ്ടു. ഉമ്മ പൊതിഞ്ഞുകൊടുത്ത വെള്ളയപ്പം കെട്ടഴിച്ച് നുറുങ്ങുകളാക്കി അവൾ മയിലുകൾക്ക് എറിഞ്ഞുകൊടുത്തു. വെള്ളയപ്പം കഴിഞ്ഞപ്പോൾ ചൂട്ടം മയില് അവളുടെ പിറകെ തിരക്കി വന്നു. കഴിഞ്ഞത് മയിലിച്ചാരേ, അവൾ പറഞ്ഞു. കൊക്കോ എന്ന് പറഞ്ഞ് ഇടം കണ്ണിട്ട് നോക്കി മയിൽ അവളുടെ പിറകെ ഓടാൻ തുടങ്ങി. ഒടുവിലത് അവളുടെ കാൽവണ്ണയിൽ കൊത്തി ചോര വരുത്തി. നൊന്തെങ്കിലും കുഞ്ഞാമിനയുടെ മനസ്സ് നിറഞ്ഞു. മയില് തന്നെ കുത്തിയല്ലോ. അവൾ ഹുൽസുവിനോടും നൂർജഹാനോടും പറഞ്ഞു. കുഞ്ഞാമിന ഓത്തുപള്ളിയിൽ എണീറ്റ് നിൽക്കുകയാണ്. മൊല്ലാക്ക അവളുടെ അടുത്ത് ചെന്ന് നിന്നു. അവൾ മയിലുകളുടെ കഥ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ തല്ലുവീഴുമെന്ന് കുട്ടികൾ നിശ്ചയിച്ചു. പക്ഷെ മൊല്ലാക്ക ഒന്നും ചെയ്തില്ല. അയാൾ എന്തോ ഓർത്തു പോവുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ആൽത്തറയ്ക്കൽ കൂടിയ പഞ്ചായത്തിനെക്കുറിച്ചാണ് മൊല്ലാക്ക ഓർത്തത്. മൊല്ലാക്ക വിളിച്ചിട്ടായിരുന്നു ഖസാക്കിലെ കാരണവന്മാർ അവിടെ കൂടിയത്. ഏതാനും ചെറുബാല്യക്കാരും വന്നു ചേർന്നിരുന്നു. ഖസാക്കിൽ ഇങ്ങനെ ഒരു സ്കൂളിന്റെ ആവശ്യമില്ലെന്ന് മൊല്ലാക്ക അവരോട് പറഞ്ഞു. മൈലാഞ്ചിത്താടികൾ ഒഴിഞ്ഞ് കാരണവന്മാർ സമ്മതം മൂളി. കാക്കയ്ക്ക് ചേക്കയിടം കൊടുക്കരുതെന്ന് മൊല്ലാക്ക പറഞ്ഞു. അവർ സമ്മതിച്ചു. ചെറുവാല്യക്കാർ മാത്രം എന്തോ പതുക്കെ പറഞ്ഞു. എന്നാ മൊല്ലാക്ക തിരുക്കി. സർക്കാർ വിഷയം. കാസിം പറഞ്ഞു. ഞമ്മ വേണ്ടാന്ന് ചൊന്നാ ഇന്ത സ്കൂള് നടക്കപ്പോറുന്നുണ്ടോ? അലിയാരുടെ ചായപീടികയുടെ മുമ്പിലെ അത്താണിപ്പുറത്തിരുന്നുകൊണ്ട് അവിടെ കലങ്ങി നിന്ന ആൾക്കൂട്ടത്തോട് ഉപ്പുവച്ചൻ ചോദിച്ചു. എന്താണെന്നും ഇത് നടക്കുവോ? സ്കൂള് നടത്താൻ അധ്വാനിക്കുന്നവർ പലരുമുണ്ട്. തേവാരത്ത് തറവാട്ടിലെ ജന്മിയായ ശിവരാമൻ നായർ, ശിവരാമൻ നായരുടെ മരുമകൻ തുന്നൽക്കാരൻ മാധവൻ നായർ, അത്തരി മുതലാളിയുടെ അളിയനായ സുൾഫിക്കർ ഖയ്യത്ത് ഖാൻ. മാളൂർക്ക് വേണ്ടാത്ത കാര്യം ആര് നടത്തിയാ നടക്കാനാണ്? ഉപ്പുവച്ചൻ അത്താണിപ്പുറത്ത് കൊക്കിയിരുന്നുകൊണ്ട് പൊതുവെ പറഞ്ഞു. മടിക്കുത്തിൽ താക്കോൽ കൂട്ടം തിരുകി അത്താണി ചുവട്ടിലെത്തിയ ശിവരാമൻ നായർ പറഞ്ഞു. ദാ കുപ്പ്, മറക്കാതെ കേട്ടോ നീയ. നല്ല കാര്യമായി, ഉപ്പുവച്ചൻ പറഞ്ഞു. വെറും വാക്ക് പറയാതോടൊപ്പേ, ശിവരാമൻ നായർ പറഞ്ഞു. എന്ത്, മൂത്താരിക്ക് നമ്മളെ വിശ്വാസമില്ലേ? 10 കുട്ടിയെങ്കിലും നിന്റെ വകയായിട്ട് സ്കൂളിൽ ചേർത്തണം. മൂത്താര് ബേശാറാകണ്ട, ഞമ്മക്ക് ഈ സ്കൂള് നടത്തണം. അത്താണിയോട് ചേർന്ന് നിന്ന് ശിവരാമൻ നായർ പതുക്കെ പറഞ്ഞു. ദാപ്പേ, ബൗദ്ധന്മാര് നമ്മക്കെതിരാ. ഉപ്പുവച്ചൻ ശിവരാമൻ നായരോട് കണ്ണു കാണിച്ചു. കുറെ ബൗദ്ധന്മാർ അതുവഴി ചായപ്പിടിയിലേക്ക് വരികയാണ്. ശിവരാമൻ നായർ നടന്നകന്നു. മൈലാഞ്ചിത്താടിക്കാരായ രാവുത്തന്മാരും അള്ളാപ്പിച്ച മൊല്ലാക്കയും അലിയാരുടെ ചായപ്പീടികയിലേക്ക് കയറി. ചൊല്ലറുന്നുണ്മയാ? അള്ളാപ്പിച്ച മൊല്ലാക്ക ചോദിച്ചു. ഉണ്മൈ, അവരറിയിച്ചു. ഓർത്തോർത്ത് നമ്പാനാവാതെ മൊല്ലാക്ക സ്വയം പറഞ്ഞു. നൈജാമലി തിരുമ്പി വന്നത്, മറുപടിയും വന്നത് അവനെങ്കെ.
അയാൾ ചോദിച്ചു. കാരണവന്മാർ പറഞ്ഞു. 4 രാത്രികൾക്ക് മുമ്പാണ് നൈസാമലി ഖസാക്കിലെത്തിയത്. ഇടിഞ്ഞുപൊളിഞ്ഞ രാജാവിന്റെ പള്ളിയിൽ ചെന്ന് താമസിക്കുന്നു. പായലു പിടിച്ച അവശിഷ്ടങ്ങളെ ചുറ്റി ഒരു മണ്ഡലിയെപ്പോലെ നൈസാമലി പതിയിരിക്കുന്നത് അള്ളാപ്പിച്ച മൊല്ലാക്ക ഓർത്തു. നനഞ്ഞു നീണ്ട സ്ത്രൈണങ്ങളായ ചുണ്ടുകൾ മൊല്ലാക്കയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. പുരോഹിതൻ അസ്വസ്ഥനായി. പക്ഷേ ആ സുഖസ്മരണയും അസ്വാസ്ഥ്യവും മൊല്ലാക്കയിൽ നിന്നകന്നു. നൈസാമലി ഷെയ്ഖ് തങ്ങളുടെ ഖാലിയാരായാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആ വാസ്തവം മാത്രമേ ഇപ്പോൾ ഓർത്തുകൂടൂ. അള്ളാപ്പിച്ച മൊല്ലാക്ക വീണ്ടും ചോദിച്ചു. ആരും എങ്കിട്ട് ചൊല്ലവില്ലേ? ആരും മറുപടി പറഞ്ഞില്ല. അലിയാരെ, മൊല്ലാക്ക ചോദിച്ചു. അനക്കും തെരിഞ്ഞിരുന്നതാ? അലിയാർ മറുപടി പറഞ്ഞില്ല. നീ അന്തരാത്രി അവൻ വരരുത് പാത്താ? മൊല്ലാക്ക ചോദ്യം ആവർത്തിച്ചു. അലിയാർ മൂളുക മാത്രം ചെയ്തു. മൊല്ലാക്ക ഓർത്തു. ആരും തന്നോട് പറഞ്ഞില്ല, പറയാൻ ഭയന്നിട്ടെന്ന പോലെ. 12 കൊല്ലം മുമ്പ് ചെതലിയുടെ അടിവാരത്തിൽ, വെയിലിന്റെ വെളിച്ചത്തിൽ, മൃഗതൃഷ്ണയിൽ, സുഗന്ധത്തിൽ താൻ കണ്ട സുന്ദരനായ 16-കാരനെ മൊല്ലാക്കയോർത്തു. അന്നുതൊട്ട് നടന്ന കഥ മൊല്ലാക്ക ആരോടും പറഞ്ഞിട്ടില്ല. എങ്കിലും തിത്തിബിയുമ്മ എല്ലാം അറിഞ്ഞിരുന്നു. നൈസാമലിയെ മറക്കാൻ അവർ ഭർത്താവിനെ ഉപദേശിച്ചു. പക്ഷെ മറക്കാൻ പറ്റുന്നില്ല. നൊടിയുടെ വിട്ടുമാറാതെ നൈസാമലി തന്നെ പിന്തുടരുകയായിരുന്നു. അവന്റെ യുവത്വത്തിലൂടെ, ധാർഷ്ട്യത്തിലൂടെ, തന്റെ പരീക്ഷീണതയിലൂടെ, ഖസാക്കിലെ ചതുപ്പുകളിലൂടെ അവൻ തന്നെ നായാടി. ഒരു പാത്രം ചായയുടെ മുമ്പിൽ മൊല്ലാക്കയിരുന്നു. പെട്ടെന്ന് എന്തെല്ലാമോ ബന്ധമില്ലാത്ത ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അലിയാരും മറ്റു ചെറുപ്പക്കാരും നൈസാമലി എന്ന ഖാലിയാരെ മാനിക്കുന്നു, അനുസരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഖസാക്കിൽ ഒരു സർക്കാർ വിദ്യാലയം വരുന്നു. രാജാവിന്റെ കോണെഴുത്ത് പഠിപ്പിക്കാൻ. പെരുവരിൽ ചെരുപ്പ് കടിച്ച് വ്രണം നീറുന്നു. മൊല്ലാക്ക ചായ കുടിച്ചില്ല. പുറത്ത് സംസാരം. മൊല്ലാക്ക പുറത്തേക്ക് നോക്കി. 20-25 ആളുകളുടെ അകമ്പടിയോടെ നൈസാമലി അത്താണിക്കൽ നിൽക്കുന്നു. നീല ചുരുൾമുടിയുടെ പത്രകിരീടം, പുകചുറ്റിയ കണ്ണുകൾ. അയാൾക്കു ചുറ്റും ചെറുപ്പക്കാർ മാത്രമല്ല, കാരണവന്മാരുമുണ്ട്. മൊല്ലാക്ക ഇറങ്ങിച്ചെന്നു. നൈജാമലി, അയാൾ പറഞ്ഞു. നീ വന്നതാ? കാലിയാര്. നൈസാമലി മൊല്ലാക്കയെ തിരുത്തി. മൊല്ലാക്ക മരവിച്ചുപോയി. നീ ഉണ്മയാ പൊയ്യാ? മൊല്ലാക്ക ചോദിച്ചു. ഉണ്മയെ, നൈസാമലി പറഞ്ഞു. മൊല്ലാക്ക ഗൗളിയുടെ ചിലമ്പലിനായി ചെകിടോർത്തു, കാറ്റിനായി ചെകിടോർത്തു. അടയാളമില്ല. നെറ്റിയിൽ നിന്ന് ഒരു വിയർപ്പുതുള്ളി വടിച്ചെടുത്ത് അകലേക്കെറ്റിയിട്ട് മൊല്ലാക്ക പറഞ്ഞു. പോയി, നീ ഷെയ്ക്കോട് ആത്മാവല്ലേ? നീ ഭൂതമാക്കും. മൊല്ലാക്ക ഒരു പിടി മണ്ണുവാരി ജപിച്ച് നൈസാമലിയുടെ മുഖത്തേക്കെറിഞ്ഞു. ഏറിന്റെ ശക്തിയിൽ മൊല്ലാക്കയാണ് അടിതെറ്റിയത്. വീണില്ല. ആരോ താങ്ങി നിർത്തി. നൈസാമലി ചിരിച്ചു. മൊല്ലാക്ക തിരിഞ്ഞ് ചായപ്പീടികയുടെ അകത്തേക്ക് നടന്നു. ആറിത്തണുത്ത് 2 ഈച്ചകൾ ചത്തുപാറി. ചായപാത്രം അപ്പോഴും അവിടെ ഇരിക്കുന്നു. മൊല്ലാക്ക വീണ്ടും ചെന്ന് അതിനു മുമ്പിലിരുന്നു. ചായപാത്രത്തിന് മുകളിൽ കമിഴ്ന്നിരുന്നു. പീടികയ്ക്കകത്ത് ഇപ്പോൾ 2 കാരണവന്മാർ മാത്രം ശേഷിച്ചിരുന്നു. ഒന്നുരാവുത്തരണോ? അവരിൽ ഒരാളോട് മൊല്ലാക്ക ചോദിച്ചു. എന്താ സ്കൂള് വിഷയത്തി നൈജാമലി ഏതാവത് ചൊന്നതാ? ചൊന്നത് ரொம்ப വീര്യമാ ചൊന്നത്. എന്നാ ചൊന്നത്? സ്കൂള് ഷെയ്ക്ക് തമ്പുരാന് വിരോധം കിടയാതെന്ന് ചൊന്നത്. இந்த സ്കൂള് ഇങ്ങ നാട്ടെന്ന് ചൊന്നത്. മൊല്ലാക്ക പറഞ്ഞു. இந்த സ്കൂളില് കാഫിരോட പഠിപ്പ് തെരിയുമാ? അതുക്ക് ചിങ്കിടി പിടിக்கிறവൻ ഷെയ്ക്കോടെ കാലിയാരാവത് എപ്പടി? വൈമനസ്യത്തോടെ ഒന്തുരാവുത്തരെണ്ണം പറഞ്ഞു. എന്നമോ എന്നമോ. പെട്ടെന്ന് മൊല്ലാക്ക ഉഗ്രമായി ആട്ടാൻ തുടങ്ങി. ഥൂ ഥൂ ഥൂ. ആരെയെന്നും എന്തിനെന്നും അറിഞ്ഞില്ല. ഒന്തുരാവുത്തരെണ്ണൻ ഞെട്ടിമാറി. കവിൾ നിറയെ കുടിച്ച ചായ പൂക്കുറ്റിപോലെ മൊല്ലാക്ക വെളിയിലേക്ക് തുപ്പി. എടാ കൂശി മകനെ! ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ചുയർത്തിക്കൊണ്ട് മൊല്ലാക്ക അലിയാരോട് കയർക്കുകയാണ്. എടാ നാണം കെട്ട നായേ! ഇതുക്കടാ ഇന്റെ ചായ പൗണ്ടർ പോട്ടത്. ആരും തടയുന്നതിനു മുമ്പായി
മൊല്ലാക്ക ചായ ഗ്ലാസ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മൊല്ലാക്ക. നൈസാമലി അകത്തേക്ക് വന്നു. പുറകെ കാരണവന്മാർ, ചെറുപ്പക്കാർ. ബെഞ്ചുകൾ കാലുകൊണ്ട് നീക്കിമാറ്റി അയാൾ മൊല്ലാക്കയോട് അടുത്തു. ചടച്ചുയർന്നതെങ്കിലും ബലിഷ്ഠമായ ആ ശരീരം ഒരു നിഴലുപോലെ തന്റെ മുകളിൽ പന്തലിച്ചു നിൽക്കുന്നതായി മൊല്ലാക്കയ്ക്ക് അനുഭവപ്പെട്ടു. പതിഞ്ഞ ദൃഢസ്വരത്തിൽ നൈസാമലി പറഞ്ഞു, അടങ്ങി മൊല്ലാക്ക. ഓത്തുപള്ളിയിലെ കുട്ടികൾ നിശബ്ദരായി. കുഞ്ഞാമിനിയുടെ അരികത്ത് ധ്യാനത്തിലെന്ന പോലെ നിന്ന മൊല്ലാക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുഞ്ഞാമിനയുടെ തലയിൽ കൈപ്പടം അമർത്തിക്കൊണ്ട് അയാൾ നിന്നു. ശരി. അവസാനം മൊല്ലാക്ക പറഞ്ഞു, നീ മറന്നാണ്ട വെലാലെ മറക്കോ? മൊല്ലാക്ക പുറത്തിരിക്കുന്നു. പക്ഷെ കരഞ്ഞതെന്തിന്? ഇല്ല, അവൾ പറഞ്ഞു. പിന്നൊരു വിഷയം, മൊല്ലാക്ക പറഞ്ഞു. നീ ആ കാഫറിന്റെ സ്കൂളിൽ പോകുവോ? ആ മാപ്പിന്റെ കൃതാർത്ഥതയിൽ എന്തു വാഗ്ദാനത്തിനും അവൾ തയ്യാറായിരുന്നു. ഇല്ല, ഷെയ്ക്ക് തങ്ങളിനെ പിടിച്ച് ആണയിട്. ഷെയ്ക്ക് തങ്ങളാണ്, ബദരീങ്ങളാണ്, മുത്തുനബിയാണ്. അന്ത കാഫറുടെ സ്കൂളിൽ പുകമാട്ടെ. മാരിയമ്മനെ പിടിച്ച് ആണയിട്. പഴുതുകളടയ്ക്കാൻ വേണ്ടി മൊല്ലാക്ക വീണ്ടും ആവശ്യപ്പെട്ടു. മാരിയമ്മയാണ്, പുളിങ്കമ്പത്തെ പോതിയാണ്, വിഷത്താന്മാറാണ്. അന്ത കാഫറുടെ സ്കൂളിൽ പുകമാട്ടെ. ശരി. മൊല്ലാക്ക വീണ്ടും ചെന്ന് ഇതിഹാസ കഥനത്തിന്റെ പീഠത്തിലിരുന്നു. 40 കാലമായി ഈ 60 പിറന്നാളുകൾ തികയോളം അതിന്മേലിരിക്കുന്നു. ആ ഇതിഹാസത്തിന്റെ മലയോരങ്ങളിലൂടെ ഷെയ്ഖിന്റെ പുകൾ പാടിക്കൊണ്ട് അഗതിയായി താൻ നടക്കുന്നു. പഥികന്റെ കാൽവിരലിലെ വ്രണം നൊന്തു. അധ്യായം 3. പുരോഹിതൻ. 12 പള്ളികൾ അവിടെ നശിച്ചുപോയിട്ടുണ്ട്. അവയിലാണ് ഖസാക്കിന്റെ അനന്തമായ കാലം തളംകെട്ടി നിന്നത്. 12 ഏറ്റവും പഴയ പള്ളിക്ക് എത്ര പഴക്കം വരുമെന്ന് ചോദിച്ചാൽ അനേകായിരം കൊല്ലങ്ങളെന്ന് ഖസാക്കുകാർ പറയും. അസ്ഥിവാരവും ഇത്തിരി ചുമരും മാത്രമുള്ള ആ പള്ളി പുതുക്കിപ്പണിയാൻ ഋഷിദേവാദികളോട് പുളിങ്കൊമ്പത്തെ പോതി ആവശ്യപ്പെട്ടു അത്രേ. കോഴി കൂവും മുമ്പ് പണി തീരണം. പക്ഷേ ദുർദേവതകൾ പാതിരാനേരത്തു കൂവി ഋഷിദേവാദികളെ പറ്റിക്കുകയാണുണ്ടായത്. അങ്ങനെ ആർക്കും പുതുക്കിപ്പണിയാൻ പാടില്ലാതെ ആ അവശിഷ്ടങ്ങൾ കിടന്നു. പല പള്ളികളുടെയും അസ്ഥിവാരങ്ങൾ ചതുപ്പുകളിൽ അമ്പിപ്പോയിരുന്നു. മേൽപ്പുരയില്ലാതെ ഖസാക്കിന്റെ വെളിമ്പുറങ്ങളിൽ നിന്ന പള്ളികളുണ്ട്. മേൽപ്പുരകളും മതിലുകളും കോട്ടയം പടിയും ഉൾപ്പെടെ ഒന്നും തന്നെ അഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും ആരാധനയുടെ പാരമ്പര്യമറ്റ് പ്രേതഗ്രഹങ്ങളായി തീർന്നവയുമുണ്ട്. അങ്ങനെയൊന്നാണ് രാജാവിന്റെ പള്ളി. അറബിക്കുളത്തിന്റെ മേട്ടിൽ കാരപ്പൊന്തകൾ വളർന്ന ചതുപ്പിൽ അത് ഇരുട്ടടച്ചു നിന്നു. 12ാമത്തെ പള്ളിയായിരുന്നു അത്. 13ാമത്തെ പള്ളിയിലായിരുന്നു അള്ളാപ്പിച്ച മൊല്ലാക്ക നിലയുറപ്പിച്ചത്. അള്ളാപ്പിച്ചയുടെ മുൻഗാമിയായ വാവരു മൊല്ലാക്കയ്ക്ക് അള്ളാപ്പിച്ച എന്ന ചെറുക്കനെ കണ്ടുകിട്ടുകയാണുണ്ടായത്. മിയാൻ ഷെയ്ഖിന്റെ പുരോഹിതന്മാരത്രയും, അല്ലെങ്കിൽ അവരിൽ മിക്കവരും അഗതികളും പഥികന്മാരുമായി ഖസാക്കിൽ എത്തുകയാണുണ്ടായതത്രേ. ചെതലിമല വലിയൊരു കാന്തക്കല്ലിനെ പോലെ അവരെ അവിടേക്ക് വിളിച്ചു. പുരോഹിതൻ മലയടിവാരത്തിൽ കാത്തുനിന്ന് പിൻഗാമിയെ തേടിപ്പിടിച്ചു. 12 കൊല്ലം മുമ്പ് അള്ളാപ്പിച്ചയുടെയും തിത്തിബിയുടെയും മകൾ മൈമുനയ്ക്ക് 16 തികയുന്ന കാലത്താണ് ചെതലിയുടെ അടിവാരത്തിൽ അവനെ കാണുന്നത്. മൈമുനയുടെ പ്രായം, നീണ്ട് സ്ത്രൈണമായ ചുണ്ടുകൾ, പുകചുറ്റിയ കണ്ണുകൾ, പെണ്ണിന്റേതെന്ന പോലെ ഒടിഞ്ഞ ചുമലുകൾ, ഗൗളിയുടെ ശബ്ദം, മഞ്ഞക്കിളികളുടെ കലമ്പൽ. അള്ളാപ്പിച്ച മൊല്ലാക്ക അവയത്രയും ചെവിക്കൊണ്ടു. ചെറുക്കൻ അയാളുടെ മുമ്പിൽ നിന്നു. അവൻ ചിരിച്ചു. നീ എങ്ക പോരേ? മൊല്ലാക്ക ചോദിച്ചു. പാമ്പ് പിടിക്ക പോരേൻ, അവൻ പറഞ്ഞു. എന്ത വിധமான പാമ്പ്? മൂർഖൻ രാജവെമ്പാല. ഇതുക്ക്. അവൻ മറുപടി പറഞ്ഞില്ല. ഉൻ പേരെന്നാ കൂശി മകനെ? നൈജാമലി. ഉനക്ക് അത്താ ഉമ്മ ഇരിക്കാ? കെടയാത്. കുടിയിരിക്കാ? കെടയാത്. അവൻ ചിരിച്ചു. സ്ത്രൈണമായ കവിളുകളിൽ നുണക്കുഴികൾ തെളിഞ്ഞു. ഇഴപറഞ്ഞ തുവർത്തുമുണ്ടിൻ ചോട്ടിൽ അവന്റെ വെളുത്ത തുടകളിൽ തെളിഞ്ഞ ചെമ്പൻ രോമങ്ങൾ മൊല്ലാക്ക കണ്ടു. മൊല്ലാക്ക വീണ്ടും ചെവിക്കൊണ്ടു. അകലെ ചെതലിയുടെ കരിന്തഴകളിലൂടെ കാറ്റ് വീശുന്നു. മലമുടിയിൽ നിന്ന് കാട്ടുതീയിന്റെ പുക താഴേക്ക് പടർന്നു. പുകയുടെ വിരലുകൾ
നീലനിഴലിച്ച മലഞ്ചെരിവിൽ ഷെയ്ഖ് തങ്ങളുടെ തിരുമൊഴി കുറിച്ചുകാട്ടി. ആ പ്രവചനത്തിന്റെ ദൃശ്യത്തിൽ ഖസാക്കിന്റെ പുരോഹിതൻ മുഴുകി. വീണ്ടും പരിസരബോധം വന്നപ്പോൾ നൈസാമലി മുന്നിൽ തന്നെ നിൽക്കുന്നതാണ് കണ്ടത്. കയ്യിലൊരു പാമ്പുണ്ട്. കോട്ടത്തറികളിലും പടുവള്ളികളിലും പിണഞ്ഞുകിടന്ന് വഴിപോക്കരുടെ കണ്ണിൽ കുത്തിവലിക്കുന്ന പച്ചിലക്കൊത്തി. നീ മൂർഖം പാമ്പെ പിടിക്കലേ? മുല്ലാക്ക് ചോദിച്ചു. എന്ത പാമ്പും മൂർഖനാഹലാം, ചെറുക്കം പറഞ്ഞു. എന്ത കാലത്തിലെ? അതിനോടെ കാലം വരപ്പോ. ശരി, മുല്ലാക്ക് പറഞ്ഞു. നീ ആയി പച്ചക്കൊത്തി വെലാലിനെ വിട്. അവൻ അനുസരിച്ചു. പച്ചക്കുത്തി ഒരു കാട്ടുതുളസി പൊന്തയിലേക്ക് നുഴഞ്ഞു കയറി. മൊല്ലാക്ക നൈസാമലിയുടെ നേർക്ക് കൈനീട്ടി. ചൊറുകാൻ കാട്ടിത്തരുന്ന കാളക്കുട്ടിയെപ്പോലെ അവൻ അവന്റെ കവിള് ആ കയ്യിനോട് അടുപ്പിച്ചു. നീ കൂടെ വാ, മൊല്ലാക്ക പറഞ്ഞു. പുകപിടിച്ച കണ്ണുകളും സ്ത്രൈണതയിറ്റിയ ചുണ്ടുകളുമുള്ള പയ്യൻ ഖസാക്കിന്റെ പുരോഹിതന്റെ പിറകെ നടന്നു. വിശുദ്ധവചനങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് മൊല്ലാക്ക വീട്ടിലേക്ക് കയറി വന്നത്. അന്നു രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. അങ്ങനെ നൈസാമലി ആ കുടുംബത്തിന്റെ ഭാഗമായി. ഇറച്ചിയും പത്തിരിയും ഉണ്ടാക്കി തിത്തിബിയുമ്മ അവന് വിളമ്പിക്കൊടുത്തു. ഏതും പറയാതെയാണ് വിളമ്പിയത്. ഏതും പറയാതെയാണ് അവൻ കഴിച്ചത്. അവന് തേയ്ക്കാൻ അരക്കുഴമ്പ് അവർ കാച്ചി ചൂടുപിടിപ്പിച്ചു. അരക്കുഴമ്പ് തേയ്ക്കുമ്പോൾ അവന്റെ ഉടല് തേനിന്റെ നിറമായി. പോക്കുവെയിലുകൊണ്ട് നിറം പിടിക്കാൻ അവൻ മുറ്റത്തെ നെന്തിയാർവട്ടങ്ങളുടെ നടുവിൽ നിന്നു. 3 പെരുന്നാൾ കഴിഞ്ഞു. ഒരു ദിവസം പെട്ടെന്നാണ് മൊല്ലാക്ക അത് ശ്രദ്ധിച്ചത്. നൈസാമലി മുടി കളഞ്ഞിട്ടില്ല. വാവുതോറും തല ചുരച്ചു കൊടുക്കാൻ മൊല്ലാക്ക ഒസാനെ ഏൽപ്പിച്ചതായിരുന്നു. നീ തല കളഞ്ഞില്ലയാ? മൊല്ലാക്ക ചോദിച്ചു. ഇല്ല, നൈസാമലി പറഞ്ഞു. ചുരുൾമുടി ഉരുന്നു പിടിച്ചിരുന്നു. ബെക്കം കളഞ്ഞളാ, മൊല്ലാക്ക പറഞ്ഞു. പിറ്റേന്ന് മൊല്ലാക്കയ്ക്ക് കൂമൻകാവോളം ചെല്ലേണ്ടിയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ നൈസാമലി മുടി കളഞ്ഞിട്ടില്ല. മൊല്ലാക്ക ഒന്നും പറഞ്ഞില്ല. എന്നാൽ അത് മൊല്ലാക്കയെ അസ്വസ്ഥനാക്കി. മുടി വളർന്നു. മുടി വളർത്തിയവർ വേറെയുമുണ്ട്. അലം, അമീർ, സയ്യദ്, ആമിനുദ്ദീൻ ഖാൻ, മൊയ്തീൻ കണ്ണ്, അത്തര്. ഇവരിൽ ആദ്യം മുടി വളർത്തിയ അത്തരാണെന്ന് തോന്നുന്നു. ഓത്തുപള്ളിയിൽ വരാൻ കൂട്ടാക്കാതെ ഇബിലീസിന്റെ കൂട്ടുകൂടി പുളുങ്കുരു പെറുക്കി നടന്നവനാണ് അത്തര്. ഇന്നവൻ മുതലാളിയാണ്. കൂമൻകാവിലുള്ള അവന്റെ ബീഡിക്കമ്പനിയിൽ 4 പേരിരുന്ന് തിരയ്ക്കുന്നു. എങ്കിലും അവന്റെ തലയിൽ താരണവും പേനുമുണ്ടാവുമെന്ന് മൊല്ലാക്ക നിരൂപിച്ചു. നൈസാമലി തലമുടി വളർത്തിക്കൂടാ. തിത്തിബിയുമ്മ മൊല്ലാക്കയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല, മുടി വളർത്തിപ്പോയെങ്കിൽ അതിലെന്താണിത്ര? തപ്പ്, മൊല്ലാക്ക പറഞ്ഞു. അവൻ ഇന്ത് തേസത്തുക്ക് മൊല്ലാക്കയാഹ പുറവൻ. തപ്പ്, മൊല്ലാക്ക വീണ്ടും പറഞ്ഞു. അവൻ മൈമുനാക്ക് മാപ്പള. അതു പറഞ്ഞത് മറ്റാരോ ആണെന്ന് മൊല്ലാക്കയ്ക്ക് തന്നെ തോന്നി. ആ നിമിഷത്തിൽ അയാൾ മൈമുനയുടെ മണവാളനെക്കുറിച്ചോ ഖസാക്കിലെ മൊല്ലാക്കയെക്കുറിച്ചോ ഓർക്കുകയായിരുന്നില്ല. മറിച്ച് ആ മുടിയെക്കുറിച്ച് മാത്രം എന്തെന്നറിയാത്തൊരു ഉദ്യോഗത്തോടെ ചിന്തിക്കുകയായിരുന്നു. അതിന്റെ നീലച്ചുരുൾ തഴച്ചു വളർന്നു. മൈമുനയുടെ മുടി പോലെ, തിത്തിബിയുടെ മുടി പോലെ. അത് ആ നെറ്റിയിലും കവിളിലും ഉതിർന്നു വീണു. അന്നൊരു ദിവസം അത്തിക്കോടോളം പോകേണ്ടതുണ്ടായിരുന്നു മൊല്ലാക്കയ്ക്ക്. അവിടെയുണ്ടായിരുന്ന 2-ാം വേളിയെ ആണ്ടിലൊരിക്കൽ ചെന്ന് കാണാൻ അയാൾ മറക്കാറില്ലായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞേ തിരിച്ചുവരൂ. ആ ദിവസങ്ങളിൽ പള്ളിയിൽ ചെന്ന് വാങ്കു വിളിക്കാൻ നൈസാമലിയെ ഏൽപ്പിച്ച് മൊല്ലാക്ക യാത്ര തിരിച്ചു. മൊല്ലാക്ക മടങ്ങിയെത്തിയപ്പോൾ വാങ്കു വിളിച്ചിട്ടില്ല. തല തരിച്ചുപോയി. മൊല്ലാക്കയുടെ കലിയത്രയും മൈമുനയുടെ നേർക്കാണ് തിരിഞ്ഞത്. മുടി ചുറ്റിപ്പിടിച്ച് അയാൾ ചോദിച്ചു, എവിടെടി അവൻ? എവനോ ഇബിലീസ്? മൊല്ലാക്ക നേരെ പള്ളിയിലേക്ക് നടന്നു. കണ്ണുകൾ ഇരുട്ടടയ്ക്കും പോലെ തോന്നി. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് ശമിക്കുന്നില്ല. നരിച്ചേറുകൾ നിറഞ്ഞ മുകൾ തട്ടിലേക്ക് അയാൾ കയറി. ചെവിക്കുറ്റിമേൽ കൈപ്പടം അമർത്തിക്കൊണ്ട് അല്ലാപ്പിച്ച മൊല്ലാക്ക ബാങ്ക് വിളിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബഹനും സുഹറിനും ഇടയ്ക്കാണ്. അസമയം. ഏതോ വിപൽസ്വരം പോലെ ഖസാക്കുകാർ ആ വാങ്കുവിളി ചെകിടോർത്തു. നട്ടുച്ചയുടെ മോഹാലസ്യത്തിൽ മൊല്ലാക്ക നൈസാമലിയെ കണ്ടു. പള്ളിക്കാട്ടിൽ വാവരിന്റെ മീസാൻ കല്ലിലിരുന്നുകൊണ്ട് വെയില് കായുന്നു. മുടിച്ചുരുളുകൾ കാറ്റ് തുലിർത്തിയിട്ട പോലെ തോന്നി.
അന്നു രാത്രി അത്താഴമുണ്ണാൻ നൈസാമലി വന്നില്ല. മൊല്ലാക്ക മുറ്റത്തങ്ങുമിങ്ങും നടന്നു. പിന്നെ തിണ്ണയിൽ വന്നിരിപ്പായി. തിത്തിബിയുമ്മ അടുക്കളയിൽ ചെന്ന് കിണ്ണത്തിൽ ചോറ് വിളമ്പി. ശബ്ദമുയർത്താൻ ഭയന്നിട്ടെന്ന പോലെ അവർ മൈമൂനയോട് പറഞ്ഞു, "എന്നാ അത്താക്ക് ചോറ് കൊണ്ടുപോയി വൈ." ഇടനാഴിയിൽ തടുക്കയിട്ട് ചിമ്മിനി വിളക്ക് വച്ച് മൈമൂന ചോറ് വച്ചു. അവൾ പതുക്കെ വിളിച്ചു. അത്തോ. മറുപടിയില്ല. അവൾ അകായിലേക്ക് മാറി. അത്തയുടെ അശാന്തതകളിൽ ഉമ്മയോ മകളോ കടന്നു ചെല്ലാൻ ധൈര്യപ്പെട്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചോറ് വിളമ്പിയ ചീനക്കിണ്ണം ഉടഞ്ഞു നുറുങ്ങുന്ന ശബ്ദം കേട്ടു. മൊല്ലാക്ക പുറത്തിറങ്ങി. കാലൊച്ച പടികടന്നു നീങ്ങി. തിത്തിബിയുമ കരഞ്ഞുകരഞ്ഞുറങ്ങി. മൈമുന കരഞ്ഞില്ല, ഉറങ്ങിയുമില്ല. പുറത്ത് നിലാവും കാറ്റും നിറഞ്ഞിരമ്പുന്നു. ഖസാക്കിലെ വെളിമ്പുറങ്ങളിൽ നിന്ന് അവൾ അത്തയുടെ പാട്ട് കേട്ടു. ബിസ്മിയും ഹംദും സലാത്തും സലാമാലും വിണ്ടെ പുറകെ തുടങ്ങുന്നേൻ യാ അല്ലാ. തശ്രിഫ് ദാനോർ സഹാബുൽ ബദർമാല തീർത്തുമൊഴിയുവാൻ ഏകണം നീ അല്ലാ. ബഷറിലും ജിന്നിലും ആകെ മുർസലായി ബാണ നബീന്റെ തണിയുമരുളല്ല. പിറ്റേന്ന് നൈസാമലി ഖസാക്ക് വിട്ടു, കൂമൻകാവിലുള്ള അത്തരിന്റെ ബീഡി കമ്പനിയിൽ ചേരാൻ. അധ്യായം 4. ഖസാക്കിലെ സുന്ദരി. നൈസാമലി ഖസാക്ക് വിട്ടതിൽ പിന്നെ അള്ളാപ്പിച്ച മൊല്ലാക്ക കൂമൻകാവ് വഴി പോവുകയുണ്ടായില്ല. നൈസാമലി ഖസാക്കിൽ വന്നുമില്ല. കൊല്ലം 2 അങ്ങനെ കഴിഞ്ഞു. അത്തരി മുതലാളിയുടെ കമ്പനിയിൽ ബീഡി തിരക്കുകയാണ് നൈസാമലി. തഴക്കം ചെന്ന തിരപ്പുകാരേക്കാൾ ഇരട്ടി തിരക്കും, സത്യസന്ധതയോടെ തിരക്കും. തിത്തിബിയുമ്മ മൈമുനയെ ഓർത്തു. മറ്റെന്തെല്ലാമോ മറന്നു. ഒന്ന് കൂമൻകാവിലോളം ചെല്ലൂ, അവർ മൊല്ലാക്കയോട് പറഞ്ഞു നോക്കി. ചെറുവാല്യക്കാർ ശാഠ്യം കാണിച്ചാൽ തലനരച്ചവർക്ക് പൊറുക്കാനേയുള്ളൂ. മൊല്ലാക്കയ്ക്ക് ഇന്ന് ദേഷ്യമില്ല. പക്ഷേ കൂനിക്കൂടി ഇരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഇനി ചൊല്ലിയിട്ട് ഫലം കിടയാത്. ഭർത്താവിനെ ഇത്രയും പരവശനായി തിത്തിബിയമ്മ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അയാളുടെ കവിളുകളിലും കൺതടങ്ങളിലും കൈകളുടെ പുറംപത്തികളിലും ജരയുടെ ആദ്യ സ്പർശങ്ങൾ അവർ ശ്രദ്ധിച്ചു. അത്രയും പരവശപ്പെടാൻ മാത്രം വയസ്സു ചെന്നിട്ടില്ല. ഇനിയും 55 തികഞ്ഞിട്ടില്ല. പിന്നെന്തോ ഇടയ്ക്കിടെ പനിക്കുന്നു, കഴയ്ക്കുന്നു. ഈ തുലാത്തിൽ 2 or 3 കോഴിക്കഷായം വെച്ചുകൊടുക്കണം. ഇല്ല, ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരില്ല. ആനാലും തിത്തിബിയുമ്മ പറഞ്ഞു, ഒന്ന് പോയി പാരുങ്കോ. മൊല്ലാക്ക തലകുലുക്കി. ഫലം കിടയാതെ തിത്തിബിയെ. ആ പരവശതയുടെ സാന്ദ്രത തിത്തിബിയുമ്മയെ തൊട്ടുവിളിച്ചു. അവർ മൊല്ലാക്കയുടെ അടുത്തു വന്നിരുന്നു. വെളുത്തു നീണ്ട കൈകൾ പതുക്കെ അള്ളാപ്പിച്ചയെ ചുറ്റിപ്പിണഞ്ഞു. അയാളുടെ ചുമലിൽ വിയർപ്പിന്റെ മണം കുതിർന്ന കോറക്കുപ്പായത്തിൽ കവിളമർത്തി തിത്തിബിയുമ്മ കുറേ നേരമിരുന്നു. തിത്തിബിയുമ്മ വാഴത്തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ മൈമൂന ഒരു കുടം വെള്ളവുമായി വരുന്നു. തലയിൽ തട്ടം പോടറി, തിത്തിബിയുമ്മ ശാസിച്ചു. തലയിൽ തട്ടനിട്ടില്ലെങ്കിൽ മലിക്കുകൾ മോഹിക്കുമെന്നായിരുന്നു വിശ്വാസം. മൈമുന അലക്ഷ്യമായി തട്ടൻ തലയിലേക്ക് കയറ്റി. അടുത്ത ക്ഷണത്തിൽ അത് വീണ്ടും താഴോട്ടുരസി. കാറ് പിടിച്ച പോലെ ഇരുണ്ടുനിന്ന മുടി കണ്ട് തിത്തിബിയും അതിശയിച്ചു. മലിക്കുകളെ ചൊല്ലിയായിരുന്നില്ല തിത്തിബിയും അവലാതിപ്പെട്ടത്. മൈമൂന ചെല്ലുന്നിടത്തെല്ലാം കാസിമും ഖനീഫയുമുണ്ട്, ഉബൈദ് ദാവൂദുണ്ട്, ഉസാമത്തുണ്ട്. പക്ഷേ ചെറുപ്പക്കാരാരും തന്നെ സ്ത്രീധനമില്ലാത്ത പെണ്ണിനെ തറവാട് കേറ്റില്ല. മൈമൂനയുടെ മേൽ മെയിൻ ചെകരോളം പൊന്നില്ല. ആ ഉടലിന്റെ ധാരാളിത്തത്തിന് പൊന്നു വേണ്ടെന്ന് ഖസാക്കുകാർ പറഞ്ഞു. മൈമുന തന്റെ വെള്ളക്കുപ്പായം കൈത്തണ്ടയോളം തെറുത്തുവെച്ചു. കരിവളകൾ തെറുത്തുകയറ്റി നിർത്തി. അപൂർവം അവസരങ്ങളിൽ കാസിമിനോടോ ഉസാമത്തിനോടോ വായാടാൻ അവൾ നിന്നു. അവരുടെ മുഖങ്ങൾ ചുവന്നതും സ്വരങ്ങൾ ഇടറുന്നതും കാണാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഒരു ചിരി കടിച്ചമർത്തി ഖസാക്കിലെ ആകാശവുമായി അവൾ നടുപ്പറമ്പിലൂടെ നടന്നു. കൂമൻകാവിൽ ചെന്നതിന്റെ 5-ാം കൊല്ലം നൈസാമലി സ്വന്തമായൊരു കമ്പനി വച്ചു. താനും 2 തിരപ്പുകാരും. അതിനുവേണ്ട പണം അത്തരിന്റെ കെട്ടിയവളാണ് കൊടുത്തതെന്ന് കൂമൻകാവിലെ തിരപ്പുകാർ പറഞ്ഞു. ഏതായാലും ആ കാലത്തായി
അത്തരുടെ വീടരും പിണങ്ങിയെന്നത് സത്യമായിരുന്നു. അത്തരിന്റെ പടം തന്നെയായിരുന്നു അത്തരിന്റെ ബീഡിയുടെ അടയാളവും. പാലക്കാട്ട് ചെന്ന് കോട്ടും ടൈയും തുർക്കിത്തൊപ്പിയും വായ്പ വാങ്ങിയാണ് പടമെടുപ്പിച്ചത്. കടവുൾ സക്കായം എം അത്തര് ഫോട്ടോ ബീഡി. കഴിഞ്ഞ 6-7 കൊല്ലമായി ആ പരിസരങ്ങളിൽ സാമാന്യം പ്രചരിച്ചു വന്നിരിക്കുകയാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ വാണിജ്യ ചിഹ്നം പടയിറങ്ങി. സയ്യദ് മിയാൻ ഷെയ്ഖ് തുണൈ നൈജാം ഫോട്ടോ 11 നമ്പർ ബീഡി. കരിയും മഞ്ഞളും കൊണ്ടെഴുതിയ ചുമർ പരസ്യങ്ങൾ അങ്ങനെ പറഞ്ഞു. നൈജാം ഫോട്ടോ 11 നമ്പർ ആരോഗ്യകരം, വിശപ്പുണ്ടാക്കും, തിന്ന തീൻപണ്ടങ്ങൾ എരിയും. 11 നമ്പറിന്റെ വയലറ്റ് ലേബലുകൾ വരമ്പിലും തോട്ടുവക്കിലുമൊക്കെ പാമ്പുട്ടി വിത്തുപോലെ ചിതറിക്കിടന്നു. മൈമുന ഒരെണ്ണം പെറുക്കിയെടുത്ത് സൂക്ഷിച്ചു. അത്തരിന്റെ കോലത്തെപ്പോലെ മൂകമായ നോട്ടമോ ഇറുകിപ്പിടിച്ച വാടകക്കോട്ടോ അല്ല, രസികത്വം നിറഞ്ഞ ചിരി. നെറ്റിയിലേക്ക് തളർന്നു വീഴുന്ന മുടിച്ചുരുളുകൾ, കുടുക്കഴിഞ്ഞ് അശ്രദ്ധമായി കിടന്ന കഴുത്തുപട്ട. ഒരു പെരുന്നാളിന് നൈസാമലി മുതലാളി ഖസാക്കിലേക്ക് വന്നു. പച്ചപ്പൊട്ട് ലുങ്കിയാണ് ഉടുത്തിരുന്നത്. കടുംമഞ്ഞയായ അൽപ്പാക്കു കുപ്പായത്തിനടിയിൽ 6 വിരൽ വീതി വരുന്ന കലവറ ബെൽറ്റ് കാണാമായിരുന്നു. തലയിലും കഴുത്തിലും കീശയിലും ചുകന്ന പട്ടുറുമാലുകൾ. കിറുക്ക് ചെരുപ്പ്, ടോർച്ച്. പഴയ പരിചയക്കാരെ തേടിപ്പിടിച്ച് നൈസാമലി സുഖവിവരം അന്വേഷിച്ചു. എന്താ കുപ്പുച്ച, എന്താണ്ടിവളെ? തങ്കപ്പെണ്ണേ, എന്നാ അലിയാരെ? കാസിമും ഹനീഫയും ഉബൈദ് ദാവൂദും ഉസാമത്തുമെല്ലാം നൈസാമലിയുടെ ചുറ്റും കൂടി. നൈസാമണ്ണനെ മതിപ്പാണവർക്ക്, സ്നേഹവും, അതോടൊപ്പം കഠിനമായ വൈരാഗ്യവും. കാസിം ചോദിച്ചു, എന്നാ നൈജാമണ്ണോ, ഇങ്ങേ തങ്കപ്പോറതാ? നല്ല പേച്ചെന്ന് നൈസാമലി പറഞ്ഞു. കമ്പനി അങ്ക വിട്ടിട്ട് ഇങ്ക തങ്കരുതാ. അലിയാരുടെ ചായപ്പിടികയിൽ നൈസാമലി ചമ്രം പടിഞ്ഞിരിപ്പാണ്. ചെന്ന് കയറുന്നവർക്കൊക്കെ ചായയും മുറുക്കും ബീഡിയും. മൊല്ലാക്ക അതുവഴിയൊന്നും വന്നില്ല. പിറ്റേന്ന് നട്ടുച്ചയ്ക്ക് മൈമുന അറബിക്കുളത്തിൽ കുളിച്ചു നിൽപ്പാണ്. അറബിക്കുളത്തിനടുത്തോ രാജാവിന്റെ പള്ളിയിലോ ആളുകൾ സാധാരണ ചെല്ലാറില്ല, പ്രത്യേകിച്ചും ത്രിസന്ധ്യകളിൽ. പണ്ട് ആ കുളത്തിൽ അറബികൾ തല വെട്ടിയെറിഞ്ഞിട്ടുള്ളതാണ്. നിലാവു നിറഞ്ഞ രാത്രികളിൽ അവിടെ കബന്ധങ്ങൾ നീരാടാനെത്താറുണ്ടത്രേ. ആഴമേറിയ ജലപ്പരപ്പിന് മുകളിൽ നീലത്താമരകൾ വിരിഞ്ഞുകിടന്നു. മണ്ഡലികൾ അലസമായി തുഴഞ്ഞു നീന്തി. മുലയ്ക്കുമീതെ അമർത്തിക്കെട്ടിയ കച്ചയിലൂടെ കൈയിറക്കി സോപ്പ് തേച്ചു പിടിപ്പിച്ചുകൊണ്ട് മൈമുന നിന്നു. ഉച്ചവെയിലിൽ നീലയും പച്ചയും പീതയുമായി സോപ്പിൻ കുമിളകൾ ചിമ്മിമിഴിച്ചു. കുറെ അകലത്തായി ഒരു കണ്ടത്തിൽ 2 ചെറുമികൾ നട്ടുതീർത്തുകൊണ്ടിരുന്നു. ഇത്തിരി കഴിഞ്ഞ് അവരും കണ്ടം കയറി. നോക്കെത്തുന്നിടത്തൊന്നും ആരുമില്ല. കാറ്റുകൾ ഉച്ചമയങ്ങി. ആലിൻകൊമ്പുകളിൽ അലതല്ലിക്കൊണ്ട് മൃഗതൃഷ്ണ മാത്രം മേലോട്ടുയർന്നു. ഈറൻ ചുറ്റിയ മൈമുന രാജാവിന്റെ പള്ളിയിലേക്ക് നടന്നു. കാലിൽ തറച്ച കാരമുള്ളുകൾ അവൾ അറിഞ്ഞില്ല. അവൾ പള്ളിയുടെ പടവു കയറി. പള്ളിക്കകത്തെ ഇരുട്ടിൽ ചടച്ചുയർന്നു നിന്ന രൂപം അവൾക്ക് കാണാം. ഇപ്പോൾ അവൾ പള്ളിക്കകത്താണ്. ചെമ്പിച്ച സാന്ദ്രമായ ഇരുട്ട്. മച്ചിൻ പലകകളിൽ നിന്നും തൂങ്ങിയ മാറാല തലമുടിയിൽ പിടിച്ചു. നീരളക്കം പിടിക്കും, നൈസാമണ്ണൻ പറയുന്നത് അവൾ കേട്ടു. ഈറൻ എടുത്താളാ. പിറ്റേത്തെ ആഴ്ച ഖസാക്കിനെ അമ്പരിപ്പിച്ച ഒരു സംഭവമുണ്ടായി. മൈമുനയുടെ കല്യാണമുറച്ചു. ആൾത്തറക്കിലും അലിയാരുടെ ചായപ്പീടികയിലും അത്താണിക്കരികിലും ഖസാക്കുകാർ സംസാരിച്ചു. എല്ലാവരും തന്നെ ആ യാഗാശ്വത്തെ മനസ്സാ ബന്ധിച്ചവരാണ്. അതേപ്പറ്റി മൊല്ലാക്കയോട് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. മൊല്ലാക്കയുടെ കൂട്ടുകാർ പോലും അയാളെ തനിയെ വിട്ടു. ഒരു ചാക്കടിയന്തരത്തെ പോലെ നിക്കാഹ് കഴിഞ്ഞു. വരണ്ട കവിളുകളെ വടിച്ചു വെടിപ്പു വരുത്തി. കൊട്ടുകാലിന്മേൽ കോടി ചുറ്റി. മൂങ്ങാങ്കോഴി എന്ന ചക്രുരാവുത്തർ മണവാളൻ ചമഞ്ഞു വന്നു. അതിഥികൾ നിരന്മേഷരായി സംസാരിച്ചു നേരം പോക്കി. കല്യാണഘോഷയാത്ര നീങ്ങിയപ്പോൾ മൊല്ലാക്ക എഴുതിയ പഴയ സന്മാർഗഗീതം ആരോ പാടി. ഇബിലീസിന്റെ കൂടെ പോഹാതടാ, നല്ല വഴിയെ നടടാ നടടാ നടടാ, നടടാ നടടാ ടടാം ടടാം. അന്നു രാത്രി ഖസാക്കിലെ പാടങ്ങൾ മുറിച്ച് ഒരാൾ കൂമൻകാവിന് നേരെ നടക്കുന്നത് ആരും കണ്ടില്ല. മാനത്ത്
കാലവർഷം കാത്തുനിന്നു. ഇടിമിന്നലിൽ വഴി തെളിഞ്ഞു. മനുഷ്യൻ ചവിട്ടിപ്പോയ വഴിത്താരയല്ല, വെണ്ടുകീറിയ കട്ടകളും നെരിഞ്ഞൽ മുള്ളുകളും പാമ്പിൻ പുറ്റുകളും, അശാന്തരായ ഇഫ്രീത്തുകളുടെ സഞ്ചാരപഥം. നൈസാമലി അതിലൂടെ മുന്നോട്ട് നടന്നു. ചെതലി അകന്ന് കാണാതായി. കലിയടങ്ങാതെ അയാൾ പിന്നെയും നടന്നു. കൂമൻകാവിലെ മാവുകളും പിന്നിലായി കഴിഞ്ഞിരുന്നു. അധ്യായം 5. ഷെയ്ഖിന്റെ ഖാലിയാർ. നൈസാമലി എവിടെ പോയെന്ന് ആരും അറിഞ്ഞില്ല. അയാൾ കൂമൻകാവിലെത്തിയില്ല. പണിക്കാർ ഒരാഴ്ച കാത്തു. പിന്നെ പീടിക അടച്ചിട്ടു. കെട്ടിയിരിപ്പുണ്ടായിരുന്ന ബീഡി പുകയില പീടികക്കാർ കണ്ടുകെട്ടി. പണിക്കാരിലൊരുവൻ അത്തറിന്റെ കമ്പനിയിലേക്കും മറ്റവൻ കള്ളക്കാച്ചു വ്യവസായത്തിലേക്കും നീങ്ങി. പിറ്റേക്കൊല്ലം നൈസാമലി വീണ്ടും കൂമൻകാവിൽ പ്രത്യക്ഷപ്പെട്ടു. ജട നീണ്ടിരുന്നു. ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ അയാൾ അത്തറിനെ ചെന്ന് കണ്ടു. അത്തറിന്റെ അന്വേഷണങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. ഇത്രമാത്രം അത്തറിനോട് ചോദിച്ചു: ഞാൻ മറുപടിയും ഉങ്ക കമ്പനിയിലെ ഷേരിട്ടുമാ. സയ്യദ് മിയാൻ ഷെയ്ഖ് തുണൈ ബീഡിയുടെ വയലറ്റ് ലേബലിൽ മുടിച്ചുരുളുകളുടെ പത്രകിരീടവും അണിഞ്ഞിരുന്ന പ്രതിയോഗി. ധാർഷ്ട്യം നിറഞ്ഞ ചുമർ പരസ്യം. അവൻ നിരാശ്രയനായി തനിക്ക് കാണണം. പക്ഷേ അതിനു മുമ്പ് നിരാശ്രയനായി അവൻ ചവിട്ടടിയിൽ വരണം. നീ വന്നുക്കോ, അത്തര് പറഞ്ഞു. ആന മര്യാദയ്ക്ക് പണി ചെയ്തുക്കോ. അന്ത ലൊട്ടിലൊടുക്ക് വിഷയം കളഞ്ഞിക്കോ. തെരിഞ്ഞതാണ് എന്നാണ് അത്തരെണ്ണോ. നൈജാമിന് ഉങ്ങൾക്ക് തെരിയാതാ. ചൊന്നാ ചൊന്നതാക്കും. പേച്ചൊന്നും വേണ്ട. ഓ അപ്പെടുത്താണ്. അത്തറിന്റെ വീടർ സൊഹറാബി കാര്യമന്വേഷിച്ചു. അന്ത ചെക്കൻ തിരുമ്പി വന്നതാ. അത്തറിന്റെ തലയിലൊന്നു മിന്നി. ഥൂ, ഓനക്കന്നടിയതി. നൈസാമലിയാകട്ടെ വാക്ക് തെറ്റിച്ചില്ല. ഒരു യന്ത്രത്തെപ്പോലെ തിരച്ചു. ഭീഭത്സമായ ആവേശം അതയാളുടെ വിരൽത്തുമ്പുകളിൽ തരിച്ചു. തിരച്ചു തീർന്ന ബീഡികളിൽ അത് നിറഞ്ഞെന്ന് തോന്നി. മാസങ്ങൾ പലത് കഴിഞ്ഞു. അത്തറിന്റെ പകപോലും തണുത്തുറഞ്ഞു വരികയാണ്. അപ്പോഴാണ് നൈസാമലിയുടെ പാർപ്പിടമായ പീടികമുറിയുടെ മുമ്പിൽ ഒരു ചുവന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കൂമൻകാവ് ബീഡിത്തൊഴിലാളി യൂണിയൻ. അത്തറിന്റെ 10 തിരിപ്പുകാരിൽ 7 പേർ യൂണിയനിൽ ചേർന്നു. പാലക്കാട്ട് നിന്ന് വന്ന സഖാക്കൾ സ്റ്റഡി ക്ലാസുകൾ എടുത്തു. ജനുവരി 21-ന് കൂമൻകാവ് ബീഡിത്തൊഴിലാളി യൂണിയൻ ലെനിൻ ജന്മദിനം ആഘോഷിച്ചപ്പോൾ നൈസാമലി മുഷ്ടി ചുരുട്ടി വിളിച്ചു: എല്ലാ രാജ്യങ്ങളിലും ഉഴപ്പാളികളെ സംഘടിക്കുവിൻ! എല്ലാ രാജ്യങ്ങളിലെയും ഉഴപ്പാളികളെ സംഘടിക്കുവിൻ! അത്തരി മുതലാളി ഭീഷണിയുടെ സ്വഭാവം മനസ്സിലാക്കി. അത് മതധ്വംസനമാണെന്ന് മുസ്ലിം ലേബർ യൂണിയൻ അത്തരിനെ ബോധിപ്പിച്ചു. അട്ടിമറിയും വിദേശ നുഴഞ്ഞുകയറ്റവുമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞു. അത്തരാകട്ടെ ഒന്നും ചെവിക്കൊണ്ടില്ല. യൂണിയൻ തന്റെ പ്രാചീനനായ ശത്രുവാണ്. ഖസാക്കിൽ പുളിങ്കുരി പെറുക്കി നടന്ന കാലത്ത് തന്നെ പട്ടിണിക്കിട്ടത് യൂണിയനാണ്. ചെതലിമലയിൽ വിറകൊടിക്കാൻ ചെന്ന അത്തരെ കാട്ടുതീ വച്ചു കൊന്നതും പിന്നെ തന്റെ കുടുംബം ശിഥിലമാക്കിയതും യൂണിയൻ തന്നെ. അതിനും എത്രയോ മുമ്പ് അത് തന്റെ വംശത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. കൂമൻകാവിലേക്ക് ചക്കര കടത്തുന്ന തങ്കയിൽ നിന്ന് ആ കഥകൾ മൈമുന കേട്ടു. നൈസാമണ്ണൻ ജാഥകൾ നയിക്കുന്നത്രേ. കാവുപറമ്പിൽ ചേരാറുള്ള യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത്രേ. മിഷ്യൻ വെച്ചിട്ടാണ് മൈമുനെ വലിക്കനെ പറയണ മിഷ്യൻ തന്നെ തങ്കെ. ഓ യാ റഹ്മാൻ. അത്തരി മുതലാളി നൈസാമലിയെ പിരിച്ചുവിട്ടതോടെ പണിമുടക്കം പൊട്ടിപ്പുറപ്പെട്ടു. എള്ളിട നീങ്ങാൻ അത്തരി മുതലാളി കൂട്ടാക്കിയില്ല. വർഗങ്ങളുടെ സമരമാണ്. തെണ്ടിയും മുതലാളിയും തമ്മിലുള്ള യുദ്ധം. പാടുപെട്ട് മുതലാളിയായി മാളികപ്പുര പണിഞ്ഞ ശേഷം സ്വയം ഏറ്റെടുത്ത പേരാണ് മാളിയക്കൽ. മാളികയ്ക്കൽ അത്തരി എം അത്തരി മുതലാളി. കടവുൾ സഹായം എം അത്തരി ഫോട്ടോ. സമരത്തിൽ വിട്ടുവീഴ്ചയില്ല. ഖസാക്കുകാർ ഇതെല്ലാം കൗതുകത്തോടും തെല്ലാകാംക്ഷയോടും ഉറ്റുനോക്കി. ഒരു ഖസാക്കുകാരൻ മറ്റൊരു ഖസാക്കുകാരനെതിരെ പോരാടുകയാണ്. വേവട പിടിപ്പിച്ച സ്റ്റാലിന്റെ വർണ്ണപടവും ഖുറാനും പേറിക്കൊണ്ട് നൈസാമലി ഘോഷയാത്രകൾ നയിച്ചു. കൂമൻകാവിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി.
ആംഗ്ലോ അമേരിക്കൻ ചൊരണ്ടൽ നസിക്കട്ടെ. മരുതകൻ എം അത്തര് മൂർദാബാദ്, ഈങ്കിലാ സിന്ദാബാദ്. ചക്കരക്കാരി തങ്ക മൈമുനയോട് പറഞ്ഞു. എന്താണ്ടീ മൈമുനോ, ഒരു ആലവാരവോ? നമ്മന്റെ മരക്കാറാണ് ഒക്കിലിക്കും തലവൻ. തന്നെ തെങ്കേ. 5-ാം ദിവസം സമരത്തിന്റെ സ്വഭാവം മാറി. അത്തര് ഒരു വളണ്ടിയറെ പരസ്യമായി തല്ലി പരിക്കേൽപ്പിച്ചു. നീതിക്കും വ്യവസ്ഥയ്ക്കും വേണ്ടിയാണ് തല്ലിയത്. പോലീസെത്തി. പോലീസുകാർ തന്നെ അഭിനന്ദിക്കുമെന്നാണ് അത്തര് മുതലാളി കരുതിയിരുന്നത്. പക്ഷേ അത്തരിനെയും നൈസാമലിയെയും ആമം വെച്ച് പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. പാലക്കാട്ടിലെ വലിയൊരു ബീഡി കമ്പനിയായ പൂനൈ അലി അമൈദി അദർമാൻ ഫോട്ടോ പൂമൻകാവിൽ ഒരു ശാഖ തുറന്നു. അങ്ങനെ പണിമുടക്കവും അത്തരിന്റെ കമ്പനിയും അവസാനിച്ചു. ജയിൽ മുറിയിൽ തല്ലുകൊണ്ട് അവശനായി നൈസാമലി കിടന്നു. കനപ്പെട്ട കുറ്റങ്ങളാണ്. രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്, ഹിംസാത്മകമായ മാർഗത്തിലൂടെ ഭരണത്തെ അട്ടിമറിക്കാൻ നോക്കിയത്, കൊലപാതകത്തിന് പ്രേരണ നൽകിയത്, അങ്ങനെ പലതും. അതൊക്കെ സഹിക്കാം. പക്ഷേ വേദന സഹിച്ചുകൂടാ. പേശികളിൽ, സന്ധികളിൽ, എല്ലുകളിലെല്ലാം വേദന. ബോധം മങ്ങുകയും തെളിയുകയും ചെയ്തു. ആ വ്യതിയാനങ്ങളിലൂടെ അയാൾ ഒരു ചോദ്യത്തിന് വ്യർത്ഥമായി ഉത്തരം തേടി. അത്തരം മുതലാളിയും താനുമായുള്ള യുദ്ധത്തിൽ പോലീസിന് എന്ത് കാര്യം? പുലർന്നപ്പോൾ ഇത്തിരി ആക്കം തോന്നി. ആകാശം കാണാൻ വയ്യ. എവിടെയോ കാക്ക കരയുന്നു. ഖസാക്കിലെ പനങ്കാടുകളിലാണെന്ന് തോന്നി. ചമ്മറം പടിഞ്ഞ് കണ്ണുമടച്ച് കമ്പിളി വിരിപ്പിലിരുന്നു. ഒരു പോലീസുകാരൻ വാതിക്കലെത്തിയപ്പോൾ നൈസാമലി അപേക്ഷിച്ചു. ഇൻസ്പെക്ടർ യജമാനനോട് ഒന്ന് സംസാരിക്കാനുണ്ട്. അങ്ങനെ അസ്ഥിരമായ കാലുകളിന്മേൽ നൈസാമലി ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിന്നു. യജമാ, ഞമ്മള് ഇതിന്നൊക്കെ വിടാണ്. ഇൻസ്പെക്ടർ തടവുകാരന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഈ ബുദ്ധി നേരത്തെ തോന്നായിരുന്നില്ലേ? അയാൾ ചോദിച്ചു. ഒക്കെ മായയാക്കം യജമാ. ഇത്തിരി പുതുമയുള്ള രാഷ്ട്രീയ തടവുകാരനാണ്. ഇൻസ്പെക്ടർ ചോദിച്ചു. മായയോ? ഇന്നലെ രാത്രി ഞമ്മന്റെ അടുത്ത് മൂപ്പര് വന്നു യജമാ. മൂപ്പരോ? ലോക്കപ്പിലോ? സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങള്. ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിളിനെ നോക്കി. ആരാധരാമൻ നായരെ ഇതിനകത്ത് കയറിയത്? യജമാ, നൈസാമലി ഇടപെട്ടു. അതൊരു ജിന്നാക്കും, പ്രേതം. ഇൻസ്പെക്ടർ കസേരയിൽ ചാരിയിരുന്നു. അയാൾ രാമൻ നായരോട് പറഞ്ഞു. ഞാൻ ഇവന്മാരോട് എത്ര പറഞ്ഞതാ, തലയിലും മർമ്മത്തും തല്ലരുതെന്ന്. എന്നിട്ട് നൈസാമലിയോട്, ശരി നൈസാമലി, ഇതാ ഈ കസേലയിലിരിക്കൂ. ഇനി ഇതൂട്ടം തെമ്മാടിത്തം കാട്ടുവോ? ഇൻഷാ അല്ലാ. ഇഞ്ഞൊക്കെയും സയ്യിദ് മിയാൻ ഷെയ്ഖിന്റെ കിർഫയാണ് യജമാ. ആരാ? ആ പ്രേതത്താൻ അല്ലേ? ഒട്ടും വിരോധമില്ല. ഞാനൊരു കടലാസില് ഒരു സംഗതി എഴുതാം, അതിലൊപ്പിട്ടോളൂ. ധ്യാനത്തിൽ മുഴുകി നൈസാമലി കസേലയിലിരുന്നു. ഇൻസ്പെക്ടർ മാപ്പുമൊഴി എഴുതി തയ്യാറാക്കി. ഇനി ഭരണഘടനയ്ക്ക് കീഴ്വഴങ്ങി നടന്നുകൊള്ളാം. വിദേശ ശക്തികളുടെ ചട്ടുകമാവാതെ കഴിഞ്ഞുകൊള്ളാം. എല്ലാം വായിച്ചു കേൾപ്പിച്ച ശേഷം ഇൻസ്പെക്ടർ ചോദിച്ചു. ഇതിലൊപ്പിടാൻ വിരോധമുണ്ടോ ആലിക്ക്? ഒപ്പിടാം. ഇടത്തെ പെരുവിരലിന്റെ അടയാളം അതിൽ പതിപ്പിച്ച ശേഷം നൈസാമലി എഴുന്നേറ്റ് നിന്നു. ഒരു പേച്ചയുണ്ട് യജമാ. പറയൂ അലി. ഞമ്മന്റെ പേരിന്റെ കൂടെ ഖാലിന്നും കൂടി കൂട്ടണം. അതെന്താത്? ഞമ്മൾ ഇന്ന് പലകാലം തൊട്ട് സയ്യിദ് മിയാൻ ഷെയ്ഖ് തങ്ങളിന്റെ ഖാലിയരാണ്. അതാണ് മൂപ്പിരിന്റെ നിശോകം. അത്തരം സന്ദർഭങ്ങളിൽ തോന്നാറുള്ള സൗഹൃദവും ധാരാളിത്തവും ഇൻസ്പെക്ടറെ ബാധിച്ചു. ഒക്കെ ശരിപ്പെടുത്താം. അലി ഇപ്പോ ലോക്കപ്പിലേക്ക് പോവൂ. സുഖായി ഉറങ്ങൂ. കേസൊക്കെ പിൻവലിക്കും ട്ടോ. രാമൻ നായരെ, ചായയോ കാപ്പിയോ എന്താ അലിക്ക് വേണ്ടച്ചാ കൊടുക്കൂ. പിന്നെ ഇത്തിരി തണുത്ത എന്തെങ്കിലും. നീലഭൃങ്കാതിയൊറ്റോ തേപ്പിച്ച് ധാരാളം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കൂ. പുക ചുറ്റിയ കണ്ണുകൾ കൊണ്ട് ഇൻസ്പെക്ടറെ അടിമുടി നോക്കിയിട്ട് നൈസാമലി ഉരുവിട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അൽ ഫാത്തിഹ.
ചെതലിയുടെ കൊടുമുടിയിൽ നൈസാം